അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇതുപോലെയുള്ള ഒരു അടിമ നാട്ടിൽ ജീവിക്കുന്ന കാലത്ത്, ഇത്രത്തോളം ശരി പറയുന്ന സത്യം പറയുന്ന അടിമകളൊക്കെ ജീവിക്കുന്ന കാലത്ത്, ഈ ഭൂമിയുടെ ഉപരിഭാഗത്ത് ജീവിക്കുന്നത് നന്മയാണ്. കാരണം സത്യം മാത്രമല്ലേ പറയാൻ ശീലിച്ചിട്ടുള്ളൂ. എത്ര താല്പര്യപ്പെടുത്തിയാലും മറുവാക്ക് പറയില്ല. നാവിന് വലിയൊരു കഴിവ് നാം കൊടുക്കേണ്ടതുണ്ട്. അത് സത്യം മാത്രം പറയാനുള്ള കഴിവാണ്. അനുമാനങ്ങൾ പറയുന്നത് സഹോദരങ്ങളെ സത്യം അല്ല. കേട്ടിട്ട് വിശ്വസ്തതയുണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കാതെ പറയുന്നതും സത്യമല്ല. കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേട്ടതൊക്കെ പറയൽ മനുഷ്യന് കളവാകാൻ എത്രയും മതി. കളവാകാൻ കേട്ടതൊക്കെ പറയൽ മതി. വിശ്വസ്തനാണെങ്കിൽ തന്നെ പിന്നെയും ചിന്തിച്ചു വേണം പറയാൻ. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു ഹദീസ് മറ്റൊരു പണ്ഡിതനിൽ നിന്ന് സ്വീകരിക്കുമ്പോ ആ പണ്ഡിതന്റെ കറക്റ്റായ വിവരണം ആരിൽ നിന്ന് സ്വീകരിച്ചു എന്നതിന് ഇടതടവില്ലാത്ത വിവരണം കിട്ടിയാലേ അത് റിപ്പോർട്ട് ചെയ്യുന്ന ആള് നേർക്ക് നേരെ ഭാഷയിൽ റിപ്പോർട്ട് ചെയ്യുകയുള്ളൂ. അല്ലെങ്കിലോ അങ്ങനെ ഒരു സംഭവം പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയും. പറഞ്ഞു എന്ന് നേർക്ക് പറയാൻ ഒരു നിലക്കും അവർ മുതിരുകയില്ല. അത് വാക്കിന്റെ സ്വീകാര്യതയ്ക്ക് കുറവായത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സഹോദരങ്ങളെ, സത്യം മാത്രം പറഞ്ഞ് ശീലിക്കുക വലിയൊരു കഴിവാണ്. അല്ലാഹു ആ കഴിവ് നമുക്ക് ഏറ്റിത്തരട്ടെ. ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. സത്യം നന്മയിലേക്ക് നയിക്കും, നന്മ സ്വർഗത്തിലേക്കും നയിക്കും. സത്യം പറഞ്ഞാൽ വിജയിക്കും എന്നത് ഉറപ്പാണ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിജയിച്ചത്, മുറാറത്ത് ബിൻ റബീ റളിയല്ലാഹു അൻഹു വിജയിച്ചത്, ഹിലാൽ ബിൻ ഉമയ്യത്തുൽ വാഖിഫി റളിയല്ലാഹു അൻഹു വിജയിച്ചത്. 3 പേരാണ് സത്യം പറഞ്ഞത്. തബൂക്ക് യുദ്ധത്തിൽ നിന്ന് പിന്തിയതെന്തേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ, നബി തങ്ങൾ തബൂക്ക് യുദ്ധത്തിന് പോയി തിരിച്ചു വരുമ്പോ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നല്ല ആരോഗ്യവാനാണ്, ചെറുപ്പക്കാരനാണ്, എനിക്ക് വാഹനമുണ്ട്, സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പോകാം എന്ന് കരുതി പിന്നത് പോയില്ല. തിരിച്ചു വരാൻ നേരമായപ്പോ ഞാൻ എല്ലാവരോടും ചോദിച്ചു എന്ത് പറയും. പലരും ഏച്ചുകൂട്ടി പലതും പറഞ്ഞു എന്നും ഒക്കെ എത്തുന്നത് കളവിലേക്കാണ്. എങ്ങനെ പോയാലും കളവിലേക്കാണ് അവരൊക്കെ കാരണം പറഞ്ഞു തരുന്നത്. ഞാൻ ചിന്തിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ എന്ത് പറയണം. ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോ പലരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ പറയുന്നുണ്ട്. ശരി പൊയ്ക്കോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല ആളുകൾക്കും വിട്ടുവീഴ്ച കൊടുക്കുന്നുണ്ട്. ഞാൻ കയറി ചെന്നപ്പോ ചോദിച്ചു, നിങ്ങൾ എന്തേ പിന്തിയത്? ഞാൻ അവിടെ മുട്ടോട് മുട്ടിച്ചേർന്നിരുന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങളല്ലാത്ത മറ്റൊരാളെ മുന്നിലാണ് ഞാനെങ്കിൽ എന്തെങ്കിലൊക്കെ പറഞ്ഞൊപ്പിച്ച് ഞാൻ രക്ഷപ്പെടുമായിരുന്നു. വഇന്നീ ഉഅ്തീതുൽ ജദൽ. നല്ലോണം സംവദിക്കാനുള്ള കഴിവ് അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ തങ്ങളെ മുന്നിൽ അത് നടക്കില്ലല്ലോ. ഞാൻ ഒപ്പിച്ചൊരു വർത്തമാനം പറഞ്ഞത് കളവാണെങ്കിൽ നിർദ്ദേശം വരുമല്ലോ, എന്റെ രഹസ്യം എന്നേക്കുമായി തകരുമല്ലോ. അതുകൊണ്ട് ഞാനങ്ങ് പറയട്ടെ, മാലീ മിൻ ഉദർ, എനിക്കൊരു കാരണവും പറയാനില്ല. അത് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, അമ്മാ ഹാദാ ഫഖദ് സ്വദഖ. മറ്റേ ആളുകൾ 10-80 ചില്ലാനം ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ശരി പോയിക്കോളൂ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കെന്നെ പറയും പോയിക്കോളൂ. കാരണം തുടങ്ങുമ്പോഴേക്കെന്നെ അറിയത് കളവാണ്. പിന്നെ ബാക്കി കൂടി കേൾക്കാതെ ഉണ്ടല്ലോ. അവരങ്ങനെ പറയൂ. അവരോടൊക്കെ ശരി പോയിക്കോളി മുനാഫിക്കുകൾ അവരോടൊക്കെ അങ്ങനെ പറഞ്ഞു. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ തങ്ങളെ പ്രതികരണം, അമ്മാ ഹാദാ ഫഖദ് സ്വദഖ, ഇദ്ദേഹം സത്യം പറഞ്ഞിരിക്കും. ഫഖും ഹത്താ യഖ്ളി അല്ലാഹു ഫീക്, നിങ്ങളിൽ അല്ലാഹുവിന്റെ തീരുമാനം വരുന്നത് വരെ നിങ്ങൾ പോയിക്കോളൂ.
സ്വഹാബത്തിനോടൊക്കെ പറഞ്ഞു, ആരും മിണ്ടണ്ട, സലാം പറയണ്ട, പറഞ്ഞാൽ മടക്കും വേണ്ട. ഒരു ബഹിഷ്കരണ നിലപാട്. സത്യം പറഞ്ഞതുകൊണ്ടാണോ ബഹിഷ്കരണ നിലപാട്? അല്ല, സഹകരിക്കാത്തത് കൊണ്ട് സഹകരണ നിലപാടുണ്ടായതാണ്. സത്യം പറഞ്ഞാൽ പിന്നെന്തിനാ സഹകരണ നിലപാടുണ്ടാകില്ലേ വേണ്ടത്? പക്ഷേ സഹകരിക്കാത്തത് കൊണ്ടൊരു ബഹിഷ്കരണ നിലപാട്. ആ സമരത്തിൽ നല്ല വിജയം കിട്ടിയിട്ടുണ്ട്. പക്ഷേ നല്ല ഉഷ്ണകാലത്ത് വളരെ പ്രയാസപ്പെട്ട രീതിയിൽ കൂടുതൽ മരുഭൂമികൾ താണ്ടിയിട്ട് നടത്തിയ ഒരു സമരമുഖമായതുകൊണ്ട് സഹകരിക്കേണ്ടതായിരുന്നു. സഹകരിച്ചില്ല. അതുകൊണ്ടൊരു തീരുമാനം. അങ്ങനെ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പള്ളിയുടെ ഒരു ചെരുവിലേക്ക് പോയപ്പോൾ മുനാഫിക്കുകൾ മുഴുവനും കളിയാക്കി. കഅബേ, നിനക്കൊന്നൊരു കഥയില്ല, ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടില്ലേ, ഞങ്ങൾക്ക് ആരോടും മിണ്ട, ഞങ്ങളോട് ആർക്കും മിണ്ട, ഒരു പ്രശ്നമില്ല. ഇനിയൊക്കെ എന്തെങ്കിലുമൊക്കെ സന്ദർഭം വരുമ്പോൾ അത് പൊരുത്തപ്പെടിച്ച് നബി തങ്ങളോട് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറഞ്ഞാൽ പോരെ, ദ്വാരിപ്പിച്ചാൽ പോരെ. അങ്ങനെ അങ്ങോട്ട് തുറന്നു പറയേണ്ടിയിരുന്നു. കുറച്ചൊക്കെ ഒരു കളവയിലൂടെ പറഞ്ഞുകൂടായിരുന്നില്ലേ? കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അവരെ പിന്തിരിപ്പൻ ശക്തി കൊണ്ട് എനിക്ക് തോന്നിപ്പോയി, ഞാൻ തിരിച്ചു വന്നിട്ട് ഒന്ന് മടക്കി പറഞ്ഞാലോ എന്ന് തോന്നിപ്പോയി. ആ രൂപത്തിൽ എന്നെ ഇട്ടിട്ട് കറക്കി അവിടെ ഇട്ടിട്ട് ഞാൻ ചോദിച്ചു, എന്നെ പോലെ പറഞ്ഞവരാരെങ്കിലും ഉണ്ടോ? അവരെനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു 2 സ്വഹാബിമാരെ. അവരെന്നെക്കാളും പ്രായമുള്ളവരാണ്. ഹിലാൽ ബിൻ ഉമയ്യത്ത് അൽ വാഖിഫി റളിയല്ലാഹു അൻഹു, മുറാറത്ത് ബിൻ റബീ റളിയല്ലാഹു അൻഹു, എന്നെക്കാൾ അവർക്ക് പ്രായമുണ്ട്. ഞങ്ങൾ 3 പേരും ഇങ്ങനെ ഇരുന്ന് സങ്കടം പറയുന്നു, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുന്നു. സത്യമാണല്ലോ പറഞ്ഞത്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അതിനൊരു തീർപ്പ് വരും എന്നത് ഉറപ്പാണ്. സത്യം പറഞ്ഞത് കൊണ്ട് അല്ലാഹു തആല തൗബ സ്വീകരിക്കുമെന്ന നല്ല ഉറപ്പുണ്ട്. കളവാണ് പറഞ്ഞതെങ്കിൽ ആ തൗബക്കൊരു പ്രസക്തി ഉണ്ടാകൂല. മാനവർകളും മറ്റു 2 സ്വഹാബിമാരും സദാസമയത്തും തൗബയിലാണ്, ഇസ്തിഗ്ഫാറിലാണ്. മദീന നഗരത്തിലേക്ക് ഇറങ്ങിയാൽ ഒറ്റപ്പെടുന്ന പേടിയാണ്, ആരും മിണ്ടുന്നില്ല. സലാം പറഞ്ഞാലോ മടക്കുന്നില്ല. ഏതെങ്കിലും കച്ചവടക്കാരന്റെ അടുത്ത് പോയി എന്തെങ്കിലും വസ്തു വാങ്ങാൻ വേണ്ടി പോയാൽ, എന്തെങ്കിലും ഒരു വസ്തു കിട്ടാൻ വേണ്ടി പോയാൽ, ഒരു കച്ചവട വസ്തുവിന് വേണ്ടി പോയാൽ ചോദിക്കുന്നില്ല, അങ്ങോട്ട് പറയുന്നത് എടുത്തു കൊടുക്കുന്നു, കാശ് കൊടുക്കുമ്പോ ബാക്കി കൊടുക്കുന്നു. ഇതേ രൂപത്തിലാണ് എല്ലാവരും പെരുമാറുന്നത്. കഅബ് മാലിക് റളിയല്ലാഹു അൻഹു സത്യം പറഞ്ഞതല്ലേ അല്ലാഹു തആല വിജയം തരും. പരീക്ഷണങ്ങൾ സത്യരംഗത്ത് ഒരുപാട് ഉണ്ടാകും. കുറെ അങ്ങോട്ട് കഴിയുമ്പോൾ നല്ല വിജയം കിട്ടും. അപ്പോഴാണ് ആ സത്യത്തിന്റെ കടമ്പും അതിന്റെ വലുപ്പവും ബഹുമാനവും മനസ്സിലാവുക. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, കുറച്ച് ദിവസം അങ്ങോട്ട് മുന്നോട്ട് നീങ്ങിയപ്പോ 2ാമതൊരു ഓർഡർ വരുന്നു, ഭാര്യമാരോടൊക്കെ വീട്ടിൽ പോകാൻ പറയണം. ഈ 3 സ്വഹാബിമാരുടെയും ഭാര്യമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം. അപ്പൊ മറ്റേ 2 സ്വഹാബിമാർ, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അല്ലാത്ത മറ്റേ 2 സ്വഹാബിമാരെ ഭാര്യമാര് പോയിട്ട് പറഞ്ഞു, ഞങ്ങളെ ഭർത്താക്കന്മാര് പ്രായം കൂടുതലുള്ളവരാണ്, സ്വന്തമായിട്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും കഴിയൂല, ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിന് തങ്ങൾക്ക് വലിയ എതിർപ്പുണ്ടോ? ഇല്ല, അതിനൊക്കെ എതിർപ്പൊന്നുമില്ല, എന്നാലും നിങ്ങൾ ഒരുമിച്ച് കിടക്കരുത്. നബിയെ, ഈ ഒരു നിർദ്ദേശം വന്ന ശേഷം അവരൊരു റൂമിലിരുന്ന് ഇസ്തിഗ്ഫാറും ദുആയും ദിക്റുമാണ്. നിസ്കാരം കഴിഞ്ഞാൽ പുറത്തേക്കും കൂടി അവർ ഇറങ്ങലില്ല. പിന്നല്ലേ ഞങ്ങളോട് സംസാരിക്കുന്നത്. എപ്പോഴെങ്കിലും ഭക്ഷണം വെച്ചു കൊടുത്താൽ അത് അവർ കഴിക്കും, അത്രയേ ഉള്ളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു, വീട്ടിൽ പോയിക്കോളൂ, നിർദ്ദേശം വന്നിട്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ പലരും വന്നിട്ട് പറഞ്ഞു, നിങ്ങളും പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ഭാര്യയെ പറഞ്ഞയച്ച് റെക്കമെൻഡ് ചെയ്യിച്ചാൽ മതി. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ യുവത്വമുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, എനിക്കങ്ങനെ പറയാനൊരു പഴുതുമില്ല. ഭാര്യയോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. നിർദ്ദേശം കിട്ടിയതിന് ശേഷം ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ മറ്റൊരു പരീക്ഷണം വരുന്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്. മദീനയിൽ പോയി നോക്കുമ്പോൾ, അങ്ങാടിയിൽ പോയി നോക്കുമ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ കഅബ് ബിൻ മാലിക്, ആരാണ് കഅബ് ബിൻ മാലിക്? അപ്പൊ എല്ലാരും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നെ. എന്റെ അടുത്തേക്ക് അദ്ദേഹം വന്നിട്ടൊരു കത്ത് തന്നു. ഞാൻ ആ കത്ത് തുറന്നു നോക്കുമ്പോ ഗസ്സാൻ രാജാവ് എന്നൊരു രാജാവുണ്ട്, മലിക് ഗസ്സാൻ. ഗസ്സാൻ രാജാവിന്റെ വക്കൽ നിന്നുള്ളൊരു കത്താണ്.
എന്താണ് ആ കത്തിലുള്ളത്? നിങ്ങളെ കൂട്ടുകാരൻ, നിങ്ങളെ നേതാവ് നിങ്ങളെ കൈയൊഴിച്ചു എന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഇടുങ്ങിപ്പിടിച്ച് ജീവിക്കണ്ട, ഇങ്ങോട്ട് വന്നോളൂ, സർവ്വസ്ഥാനങ്ങളും തരാം. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹാദാ അയ്ളം മിനാ, ഇതും ഒരു സത്യമാർഗത്തിലുള്ള പരീക്ഷണം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിട്ട് വേറൊരു രാജാവിനെ ആശ്രയിക്കാനോ ഞാൻ അതിനില്ല. കത്ത് വലിച്ചു ചീന്തിയിട്ട് അടുപ്പിലേക്ക് ഇട്ടു. അതിന് മറുപടിയൊന്നും കൊടുത്തില്ല. അതും ഒരു പരീക്ഷണമാണ് സത്യത്തിന്റെ മാർഗത്തിൽ എന്ന് കരുതി തൗബയിലായിട്ട് അങ്ങനെ മുന്നോട്ട് നീങ്ങി. 10-40 ദിവസം കഴിഞ്ഞു. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മദീനത്തെ ഒന്ന് നോക്കുമ്പോ ഒറ്റക്ക് പള്ളിയുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനവറുകൾ ചിന്തിച്ചു, ഇതൊരു നേരാണല്ലോ, ഒന്ന് പോയി പറയാൻ പറ്റിയ ആരുമില്ലല്ലോ, സ്വഹാബത്ത് വേറെ ആരുമില്ലല്ലോ. ഞാൻ വലത്തെ ഭാഗത്ത് പോയിട്ട് സലാം പറഞ്ഞു നോക്കി. തങ്ങൾ ഇടത്തോട്ട് മുഖം തിരിച്ചു. ഇടത്തെ ഭാഗത്ത് പോയി പറഞ്ഞു നോക്കുമ്പോൾ വലത്തോട്ട് മുഖം തിരിച്ചു. ഇനി വേറെ ഭാഗമല്ലല്ലോ പോയി പറയാൻ, മുന്നിലൂടെ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ കുറച്ച് അപ്പുറത്ത് നിന്ന് ഞാൻ നിസ്കരിച്ചു. നിസ്കാരത്തിൽ ഞാൻ പതുക്കെ അങ്ങനെ നോക്കി, ഇടങ്ങണ്ടിട്ട് ഇങ്ങനെ നോക്കി. അത് അത്യാവശ്യം ഉണ്ടെങ്കിൽ നോക്കാം. അപ്പൊ ചില ആൾക്കാരെ എടുത്ത് പോയി നിസ്കാരത്തിൽ നിൽക്കാൻ പേടിയാണ്. കാരണം അവർ ഡയറക്റ്റായി നോക്കുകയാണ്, ആരാ വന്ന് നിന്നത്. ഇടകണ്ണൊന്നല്ല, നേർക്കുള്ള കണ്ണോണ്ട് എന്നെ നോക്കുന്നത്. വലത്ത് പോയി അടുത്ത് ചില നോക്കുകയാണ്, ആരാ വന്ന് നിന്നത്. മുന്നോട്ടൊന്നല്ല, തിരിഞ്ഞു നോക്കന്നെ. അങ്ങനെ ആവശ്യമില്ലാതെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. അത് കറാഹത്താണ്. നിസ്കാരത്തിൽ നിന്ന് പറ്റ ശ്രദ്ധ മാറിയിട്ട് വേറെന്തെങ്കിലും അറിയാൻ വേണ്ടിയുള്ള പൂർണ്ണ ഉദ്ദേശം കൂടിയാണെങ്കിൽ അത് കുറച്ചുകൂടി അപ്പുറത്തെത്തും. വെറുതെ തിരിഞ്ഞു നോക്കൽ കറാഹത്തല്ലേ? ഇതൊരു വെറുതെ തിരിഞ്ഞു നോക്കിയതല്ലേ? ഇത് ആവശ്യത്തിന് ഇങ്ങനെ ഇടം കണ്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ കൈ കെട്ടിയപ്പോ തങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഒരാശ്വാസമായി, എന്നെ നോക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇനി സലാം വീട്ടിയാൽ പോയി കണ്ടാൽ സലാം പറഞ്ഞാൽ മടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞാൻ 2 റക്അത്ത് നിസ്കരിച്ച് പോയി സലാം പറഞ്ഞു. അവസ്ഥ പഴയതുപോലെ തന്നെ, മറുപടി ഒന്നുമില്ല. സങ്കടത്തോടെ ഞാൻ വീണ്ടും വീട്ടിലേക്ക് പോയി. തൗബയിലാണ്, ഇസ്തിഗ്ഫാറിലാണ്, അല്ലാഹുവിനോട് പ്രാർത്ഥനയിലാണ്. സുബ്ഹാനല്ലാഹ്, 50 ദിവസം കഴിഞ്ഞു. 51ാമത്തെ ദിവസം സുബീക്ക് മലയുടെ മുകളിൽ കയറിയിട്ട്, ഉയർന്ന കുന്നിൻ പ്രദേശത്ത് കയറിയിട്ട് ഒരാൾ വിളിച്ചു പറയുന്നുണ്ട്, അബ്ശിർ യാ കഅബ് ബിൻ മാലിക്, അബ്ശിർ യാ കഅബ് ബിൻ മാലിക്, കഅബ് ബിൻ മാലിക്കേ സന്തോഷിക്കൂ, സന്തോഷിക്കൂ. ചെരുപ്പിടാതെ ഞാൻ വീട്ടിൽ നിന്ന് സന്തോഷം കൊണ്ട് ഓടി വന്നുപോയി. എന്തെങ്കിലും ഒരു വഹി വരാതെ ഇങ്ങനെ വിളിച്ചു പറയില്ലല്ലോ. സുബഹിന്റെ നേരത്ത് ഞാൻ ഓടി പള്ളിയിൽ വന്നു നോക്കുമ്പോ എന്നെ നോക്കി എല്ലാവരും സന്തോഷം കൊള്ളുന്നുണ്ട്. അതേ, എന്നെ സ്വീകരിക്കുന്നുണ്ട്, എനിക്കെല്ലാവിധ ബഹുമാനവും തരുന്നുണ്ട്. ഞാൻ നേരെ മുന്നിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞു. തങ്ങൾ സലാം മടക്കി. കഅബേ, നിങ്ങളെ വിഷയത്തിൽ അല്ലാഹു തൗബ സ്വീകരിച്ചിരിക്കുന്നു. വഅല സലാസത്തില്ലദീന ഖുല്ലിഫൂ, അള്ളാഹുവിന്റെ തീരുമാനം വരട്ടെ എന്ന് കരുതിയിട്ട് പിന്തിപ്പിക്കപ്പെട്ട 3 ആളുകളില്ലേ, അവരെ മേലിലും അല്ലാഹു തൗബ സ്വീകരിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞത് വിജയിച്ചു. ആ ആയത്തിന്റെ തൊട്ടിപ്പുറത്തായി നേരത്തെ കാരണങ്ങളൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറിയ മുനാഫിക്കീങ്ങളെ കഥയും അള്ളാഹു വെളിച്ചത്ത് കൊണ്ടുവന്നു. അവര് കളവ് പറഞ്ഞതാണ് എന്ന് വ്യക്തമായി എല്ലാവർക്കും തിരിയുന്ന രൂപത്തിൽ അല്ലാഹു തആല അവരെ രഹസ്യം വെളിവാക്കി. അതേ സമയത്ത് സത്യം പറഞ്ഞ 3 മഹാന്മാർ അവര് വിജയിച്ചു. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, നബിയെ, ഇത് തങ്ങളെ സ്വന്തം തീരുമാനമാണോ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനമാണോ? ബൽ മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. എന്നാൽ എന്റെ തൗബയുടെ ഒരു ഭാഗമാണ്, എന്റെ സമ്പത്തിൽ നിന്നൊരു ഭാഗം ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്യണമെന്ന് നേരത്തെ ഞാൻ നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് എന്റെ ഖൈബറിലെ വിഹിതം തങ്ങൾ സ്വീകരിക്കണം നബിയേ. സന്തോഷത്തിന്റെ ഭാഗമായി സ്വതക്ക കൊടുക്കുന്നു.
കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹുവിന്റെയും ആ മൂന്ന് സ്വഹാബിമാരുടെയും പേരും പെരുമയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്താനുള്ള കാരണം എന്താണ്? സൂറത്തു തൗബയിലൂടെ ആയത്തിറക്കാനുള്ള കാരണം എന്താണ്? സത്യം പറഞ്ഞതാണ്. സത്യം പറഞ്ഞത് കൊണ്ട് അവര് വിജയിച്ചു. എല്ലാ കാലത്തും അവരെ പറ്റി ഓതിക്കൊണ്ടിരിക്കുകയല്ലേ, അവരെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പ്രശ്നം വന്നപ്പോൾ സത്യം പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം? സഹോദരങ്ങളെ, ആ സത്യമല്ലേ 10-15 കൊല്ലത്തിന് ശേഷം വിജയിച്ചില്ലേ? എല്ലാവരും പറഞ്ഞില്ലേ ഞങ്ങളാണ് കുറ്റക്കാര്, യൂസുഫ് നബി അലൈഹിസ്സലാം കുറ്റക്കാരനല്ല. അതേ സലീഹയും പറഞ്ഞല്ലോ, അന റാവത്തുഹു അൻ നഫ്സി വ ഇന്നഹു ലമിനസ് സ്വാദിഖീൻ. ഞാൻ എൻ്റെ താല്പര്യത്തിന് വേണ്ടി ആവശ്യപ്പെട്ടതാണ്. വ ഇന്നഹു ലമിനസ് സ്വാദിഖീൻ. യൂസുഫ് നബി അലൈഹിസ്സലാം സത്യവാന്മാരിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് എന്ത് കിട്ടി? കൊട്ടാരത്തിൽ വലിയ സാമ്പത്തിക മന്ത്രിപദം കിട്ടി. കുറച്ചു കഴിഞ്ഞപ്പോ അസീസ് രാജാവ് കൊട്ടാരത്തിന്റെ രാജപദവി തന്നെ ഒഴിഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞാൽ തീർക്കാൻ കഴിയൂല. എത്രയുണ്ട് സത്യം ജയിച്ചതിന്, എത്ര ഉദാഹരണങ്ങളുണ്ട്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്രയെ സംബന്ധിച്ച് വളരെ പരിഹസിച്ച് പറഞ്ഞില്ലേ അബൂജഹലും കൂട്ടരും? ഇസ്രാ മിഅ്റാജ് സംബന്ധിച്ച് സഹോദരങ്ങളെ, പിന്നെ അബൂജഹലിനും കൂട്ടർക്കും ഈ വിഷയം ഓതിക്കൊടുക്കുന്നത്, ഇത് സത്യമാണെന്ന് ഓതിക്കൊടുക്കുന്നത് ആരാണ്? ഹിറക്കിൽ ചക്രവർത്തിയുടെ സമീപത്തുള്ള ഒരു ബത്തുരീഖ്. നമ്മളെ ഭാഷയിൽ പറയും, ക്രിസ്തീയ പണ്ഡിതന്മാരിൽ പത്രിയാക്കീസ് ബാവ എന്ന് പറയും, കുറച്ച് സ്ഥാനമുള്ളവരാണ് അവര്. അന്നത്തെ ഒരു ബത്തുരീഖ്, മസ്ജിദുൽ അഖ്സയുടെ ഖാദിമായി നിൽക്കുന്ന ഒരാള് അബൂ സുഫിയാനോട് ഹിറക്കൽ ചക്രവർത്തി ചോദിച്ചു, പുതിയ വല്ല വിശേഷങ്ങളും നിങ്ങൾക്ക് പറയാണ്ടോ? അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ നിന്ന് മക്കത്തുനിന്ന് നിങ്ങളെ നാട്ടിലേക്ക്, ഹിറക്കൽ ചക്രവർത്തി ഷാം പ്രദേശത്താണ്, നിങ്ങളെ ഈ ഷാമിൽ ഉൾക്കൊള്ളുന്ന ബൈത്തുൽ മഖ്ദിസിലേക്ക് ഒരു രാത്രിയിലെ കുറഞ്ഞ സമയം കൊണ്ട് വന്നു. അവിടുന്ന് പിന്നെ ഏയാനാകാശത്തിൽ അപ്പുറമൊക്കെ പോയി നേരം വെളുക്കുന്ന സുബിയാകുന്നതിന് മുമ്പ് തന്നെ തിരിച്ചെത്തിയിരുന്നു. ഇത് അബൂ സുഫിയാൻ പറയുമ്പോൾ ഹിറക്കൽ ചക്രവർത്തിയുടെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ബത്രീഖ് പറഞ്ഞു, അന അഅലമു തിൽക്കൽ ലൈല, ആ രാത്രി എനിക്ക് നല്ലോണം അറിവുണ്ട്. അപ്പൊ രാജാവ് ചോദിച്ചു, ഹിറക്കൽ ചക്രവർത്തി ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അറിയും? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനായിരുന്നു അന്ന് മസ്ജിദുൽ അഖ്സയുടെ പരിപാലകൻ. അതിന്റെ മെയിൻ ഡോറ് രാത്രി ഞാൻ പോകാൻ നേരത്ത് ഇശായിന്റെ ശേഷം അടച്ചു നോക്കുമ്പോൾ അത് അടയുന്നില്ല. ഞാൻ പുറത്തുപോയി ഒരുപാട് ആളുകളെ വിളിച്ചു കൊണ്ടുവന്നു. എല്ലാവരും വലിച്ചു പിടിച്ചടച്ചിട്ടും അത് അടയുന്നില്ല. അവര് പറഞ്ഞു, എവിടെയോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്, നേരം വെളുത്തിട്ട് ഏതെങ്കിലും ഒരു ആശാരിയെ വിളിച്ച് നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞ എല്ലാവരും ഇട്ടുപോയി. രാവിലെ ഞാൻ വന്നു നോക്കുമ്പോ വാതിൽ തുറയുന്നുണ്ട്, അടക്കുന്നുണ്ട്, തുറക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ ആ രാത്രിയെ പറ്റി ഒന്ന് കണക്ക് കൂട്ടി നോക്കി. അപ്പോൾ പൂർവവേദ ഗ്രന്ഥ അഥവാ ഇഞ്ചിയിലും തോറാത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, റജബ് 27 രാത്രി ഈ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന പള്ളിയിൽ നിന്ന് വാനലോകത്തേക്ക് അവസാനത്തെ ദൂതൻ യാത്രയാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ രാത്രി കൂട്ടി നോക്കുമ്പോൾ ശരിയാണ്, അത് റജബ് 27 രാത്രിയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ജിബ്രീൽ അലൈഹിസ്സലാമിന് വരാനിപ്പോ, അമ്പിയാക്കൾക്കൊക്കെ വരാനിപ്പോ വാതിൽ തന്നെ തുറന്നു ഓപ്പണാക്കി വെക്കണമെന്നുണ്ടോ? അതൊരു അടയാളത്തിനാണ്. മലക്കുകൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അതാണ് അബൂ സുഫിയാൻ അത് പറഞ്ഞപ്പോ ബത്രീഖിന്റെ പ്രതികരണം കേട്ടിട്ട് അബൂ സുഫിയാൻ അത്ഭുതപ്പെട്ടു. അത് പറയേണ്ടില്ലായിരുന്നു, കാരണം അത് ഒന്നുകൂടി ഉറച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പറഞ്ഞ വിഷയം ശരിയാണെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സമ്മതിച്ചു. തങ്ങളിൽ നിന്ന് കേട്ടിട്ടല്ല, അബൂജഹിൽ നിന്നും കൂട്ടരിൽ നിന്നും കേട്ടിട്ട്. അപ്പോഴാണല്ലോ സിദ്ദീഖ് എന്ന വലിയ നാമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത്. വേറെയും മറ്റു സന്ദർഭങ്ങളിൽ വിളിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, നിങ്ങൾ നോക്ക്, അബൂ സുഫിയാൻ ഇത് പറഞ്ഞപ്പോഴേക്ക് ബത്രീഖിന്റെ പ്രതികരണം കേട്ടിട്ട്, ഖാദിമിന്റെ പ്രതികരണം കേട്ട് അത്ഭുതപ്പെട്ടു പോയി. അത് ശരിയാണ് പറഞ്ഞത്, ആ രാത്രി എനിക്ക് നല്ല വിവരം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അമ്പിയാക്കളും അവിടെ വരുന്നതിന്റെ ഒരു സ്വാഗതമായി കൊണ്ട് കവാടം തുറക്കപ്പെട്ടതാണ്.
അടച്ചാൽ പിന്നെ അത് ഒന്ന് പുതുതായിട്ട് പിന്നെ തുറക്കണ്ടേ? അങ്ങനെയല്ലല്ലോ. നമ്മളെ വീട്ടിലേക്കൊരു ഗസ്റ്റ് വരും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഗേറ്റൊക്കെ തുറന്നിങ്ങനെ നേരെ കാത്തിരിക്കുകയാണ്. അത് അയാളോട് ബഹുമാനാണ്. അയാൾ ഒരു 4-5 മണിക്കൂർ മുമ്പ് വിളിച്ചു പറഞ്ഞു. അയാൾ വന്നടിച്ചിട്ട് നമ്മളിങ്ങനെ തുറക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ വന്നതാണ്, ഇയാൾക്ക് നമ്മളോട് യാതൊരു ബഹുമാനമില്ല, ഇപ്പൊ ചാവിട്ട് തുറക്കുന്നേ ഉള്ളൂ എന്ന് തോന്നൂലേ? അപ്പൊ ഒരു ബഹുമാനാർത്ഥം നേരത്തെ വാതിൽ തുറക്കപ്പെട്ടു പോയി. ഇതാണ് ആ ബത്രീഖ് പറഞ്ഞത്. അപ്പൊ ഒന്നുകൂടി തങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് അബൂ സുഫിയാൻ അവിടുന്ന് ബോധ്യപ്പെടുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ 4 വർഷങ്ങൾക്ക് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സുഫിയാൻ സ്വീകരിക്കുന്നത്. ഞാൻ പറഞ്ഞു, സത്യം എപ്പോൾ പറഞ്ഞാലും അത് വിജയിക്കും. അതുകൊണ്ടാണ് ഇന്ന സ്വിദ്ഖ യഹ്ദി ഇലൽ ബിർ വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. സത്യം നന്മയിലേക്ക് നയിക്കും. സത്യം പറഞ്ഞോ അതിൻ്റെ പിന്നിൽ നന്മയുണ്ടാകും. അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞാലും സത്യം അതാണല്ലോ എന്ന് കരുതിയത് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ നന്മയുണ്ടാകും. ആ നന്മ കാരണം സ്വർഗത്തിലേക്ക് എത്താൻ പറ്റും. സത്യം പറഞ്ഞ് 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 ഹത്തായുക്ത ബൈൻദല്ലാഹി സിദ്ദീഖ. ഒരു മനുഷ്യന് സിദ്ദീഖ് എന്ന പദവി കണക്കാക്കപ്പെടും, എഴുതപ്പെടും. സിദ്ദീഖ് എന്ന പദവി ചെറിയ പദവിയല്ല. സിദ്ദീഖീങ്ങളെ പദവിയിലെത്തുന്നവർക്കും ഹിസാബിൽ നിന്ന് ഒഴിവുണ്ടല്ലോ. സത്യം മാത്രമേ ജീവിതകാലത്ത് പറഞ്ഞിട്ടുള്ളൂ, സത്യമില്ലാത്തത് പറഞ്ഞിട്ടില്ല എങ്കിൽ വലിയ സ്ഥാനമാണ് കിട്ടുന്നത്, ചെറുതല്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എപ്പോഴും സത്യം പറയുന്ന നാവ് വേണം. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒരു രാത്രി കണ്ട വിശദീകരണം, ഈ സത്യത്തിന്റെ എതിരൊന്നുണ്ട്, അത് കദിബാണ്, കളവാണ്. വിശ്വാസിയിൽ നിന്ന് സംഭവിച്ചൂടാത്തതാണ് ഈ കളവ്. തങ്ങളോടൊരാൾ ചോദിച്ചല്ലോ, നബിയെ ഹൽ യസിനി, മുഅ്മിനായ മനുഷ്യൻ സിന ചെയ്യുമോ എന്ന് ചോദിച്ചു. കസേരയിലേക്ക് ഒന്നുകൂടി ഒന്ന് മാറിയിരിക്കണം. മുന്നോട്ട് അവിടെ 2-3 കസേര കാണുന്നു. ബാക്കിൽ വരുന്ന ആൾക്കാർ അവിടെ സീറ്റില്ല, അതുകൊണ്ട് മുന്നിലേക്കൊന്ന് സൈഡിലേക്കൊന്ന്. മുഅ്മിനായ മനുഷ്യൻ സിന ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, സംഭവിച്ചേക്കാം, പറ്റുന്നല്ല, ഒരു പക്ഷെ അങ്ങനെ വന്നുപോയാലോ, ഉണ്ടായേക്കും. അസംഭവ്യമൊന്നുമല്ല, മാസൂമൊന്നുമല്ലല്ലോ. മുഅ്മിനായ മനുഷ്യനൊരു തെറ്റങ്ങനെ സംഭവിച്ചേക്കാം. തൗബ ചെയ്തിട്ടും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ കൊണ്ടൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുത്തേക്കും. ഹൽ യസ്രിഖുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ മോഷണം നടത്തുമോ? അതും ഒരു പക്ഷേ ഉണ്ടായേക്കാം, പുറത്തു കൊടുത്തേക്കും. പറ്റുന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം സംഭവിച്ചേക്കും. ഹൽ യക്ദിബുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ കള്ളം പറയുമോ? ലാ, മുഅ്മിനായ മനുഷ്യൻ കദിബ് പറയൂല. ഇന്നൽ മുഅ്മിന ലാ യക്ദിബു, മുഅ്മിൻ കളവ് പറയില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 18ാമത്തെ വയസ്സിൽ തൻ്റെ നാട്ടിൽ നിന്ന്, ജീലാനിൽ നിന്ന് ബഗ്ദാദിലേക്ക് പോകുമ്പോ ഉമ്മ കൊടുത്ത നിർദ്ദേശങ്ങളിൽ ഒരു നിർദ്ദേശമാണ് ഇയ്യാകാൻ തക്ദിബ്, മോനെ കള്ളം പറയരുത്. ഫൈനൽ മുഅ്മിന ലാ യക്ദിബു, സത്യവിശ്വാസി കളവ് പറയൂല. അതുകൊണ്ടല്ലേ കൊള്ളക്കാരന്റെ മുന്നിൽ സത്യം പറഞ്ഞ് ധാരാളം കൊള്ളക്കാർക്ക് കളവ് നടത്തുന്നതിൽ നിന്ന്, കൊള്ള നടത്തുന്നതിൽ നിന്ന് പശ്ചാത്താപത്തിന് വഴിയൊരുങ്ങിയത്. ആ സംഘത്തിൽ ഏറ്റവും ചെറിയ പ്രായമുള്ള ചെറുപ്പക്കാരനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കല്ലേ. ആ വാക്കുകൊണ്ട് എത്രമാത്രം വലിയ മഹത്വമാണ് കിട്ടിയത്. കൊള്ള സംഘം അവരെ കൊള്ള അവസാനിപ്പിച്ചു. അവര് പശ്ചാത്താപം നടത്തി സത്യം പറയാൻ തീരുമാനിച്ചു. സത്യപക്ഷത്ത് മാത്രം ഉറച്ചു നിന്ന് ജീവിതം മുന്നോട്ട് നയിക്കാൻ തീരുമാനിച്ചു. സഹോദരങ്ങളെ, സത്യത്തിന് കിട്ടിയ വലിയ പിൻബലമാണ്, വിജയമാണ്. സത്യത്തിനെതിരെ കളവില്ലേ? കളവ് പറയുന്നവര് നല്ലോണം കരുതിക്കോളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കളവ് പറയുന്നവരുടെ ശിക്ഷ പഠിപ്പിച്ചു തന്നല്ലോ. അതേ, ഇസ്രായിന്റെ രാത്രിയിൽ ഇങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ പോകുമ്പോ ഒരു മനുഷ്യനെ മലർത്തിക്കിടത്തിയ രൂപം കണ്ടു. വേറൊരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഒരു ഭാഗത്ത്
ഇരുമ്പിന്റെ നല്ല ഒരു ഉളി കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആ മനുഷ്യന്റെ മുഖത്തിന്റെ ഒരു ഭാഗം, അഥവാ ചുണ്ടിന്റെ തൊള്ളയുടെ ഒരു ഭാഗം കാതിന്റെ പെരടിയുടെ ഭാഗത്തേക്ക് അങ്ങനെ വലിച്ചു കീറുന്നുണ്ട്. അപ്പോൾ മറ്റേ ഭാഗം പൂർണ്ണമാകുന്നു. ഒരു ഭാഗം കീറി അടുത്ത ഭാഗം കീറുന്നു. രണ്ടാമത് കീറാൻ നോക്കുമ്പോഴേക്ക് മറ്റേ ഭാഗം പൂർണ്ണമാകുന്നു. ഇങ്ങനെ ധാരാളം കീറിക്കൊണ്ടിരിക്കുന്നു. മൂക്ക് പിടിച്ച് കീറുന്നുണ്ട് പെരടിയിലേക്ക്, അതേ തൊള്ളയും പിടിച്ച് കീറുന്നുണ്ട് പെരടിയിലേക്ക്. ഇങ്ങനെ ശരീരത്തിന്റെ കണ്ണിന്റെ ഭാഗം പിടിച്ച് കീറുന്നുണ്ട്. ഈ മുഖത്തിന്റെ ഭാഗത്തുള്ള ദോരങ്ങളൊക്കെ വലിച്ചു കീറുന്ന ആളെ കണ്ടപ്പോ ഇതാരാണെന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞില്ലേ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരാളാണ്. ഫയക്ദിബുൽ കദിബത്ത, എന്നിട്ടൊരു കളവങ്ങ് പറയും. തബ്ലുഗുൽ ആഫാഖ്, ആ കളവ് എത്തുന്നത് എവിടെയാണെന്നറിയോ? ഒരു ഗ്രാമത്തിലല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കളവ് പറയും. ഈ ഹദീസ് ഇങ്ങനെ ഓതുന്നന്ന് സംശയം ഉണ്ടായിരുന്നു, എങ്ങനെ ഇപ്പൊ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കളവെത്തുക. ഇപ്പൊ അത് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. ഒരു കളവങ്ങ് പറഞ്ഞൊരു ബട്ടൺ അമർത്തിയാൽ മതി, എല്ലാ ഭാഗത്തും എത്തി. അത് ലണ്ടനിൽ നിന്ന് പറയുന്ന ഒരാൾ ഒരു ബട്ടൺ അമർത്തുമ്പോ പെട്ടെന്ന് കൂടുതൽ സമയം വൈകാതെ ഇവിടെ എത്തി. ഇന്നലെ എത്ര ആൾക്കാർ കള്ളം പറഞ്ഞു ഒന്ന് മറിച്ചു നോക്കി കാണാൻ പറ്റും. ആ കളവ് പറഞ്ഞ കൂട്ടത്തിൽ സൗദിയിലുള്ളവരുണ്ട്, അതേപോലെ തന്നെ അമേരിക്കയിൽ, അതേപോലെ തന്നെ ദൂര ദൂര രാഷ്ട്രങ്ങളിലുള്ളവരൊക്കെ എത്ര പെട്ടെന്നാണ് അവരെ കളവ് എല്ലാ ഭാഗത്തും എത്തിയത്. ഇതാണ് നിങ്ങൾ നോക്കുക, ഹദീസിന്റെ ആ ഒരു പറഞ്ഞ പറച്ചിൽ വെറുതാവൂലല്ലോ. ഒരു കളവങ്ങ് പറഞ്ഞ ആ കളവെല്ലാ ഭാഗത്തും. പിന്നെ ആ കളവിനെതിരെ ആളുകളെല്ലാവരും രംഗത്തിറങ്ങിയപ്പോ പറഞ്ഞ ആള്, ഞാൻ പറഞ്ഞു മാറിപ്പോയത് അതൊക്കെ വേക്കോട്ട്. അതുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് മാത്രം തീരൂല. കളവ് പറഞ്ഞാൽ അതൊരു മുറിവായി നിൽക്കും. വലിയ കുറ്റമല്ലേ കളവ് പറയുന്നതിന്. നാവിന് അല്ലാഹു തആല സിദ്ഖ് ഏറ്റി തെരുമാറാകട്ടെ. സത്യം പറയണം, സത്യം പറഞ്ഞ് ശീലമാക്കണം. എപ്പോഴെങ്കിലും കളവിന്റെ ഒരു വർത്തമാനം നമ്മുടെ മക്കളിൽ നിന്ന് കേട്ടാൽ ഉടനടി ഉപദേശിക്കണം എന്നാണ് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു. ചിലപ്പോ ഒരു കുട്ടിയെ ഒരു ഉമ്മ അങ്ങാടിയിലേക്ക് പറഞ്ഞു, മോനെ കുറച്ച് പച്ചക്കറി വാങ്ങിട്ട് വാ. ചെറിയ കുട്ടിയൊന്നുമല്ല, ഒരു 8ാം ക്ലാസ്സിൽ ഒക്കെ പഠിക്കുന്ന അത്യാവശ്യം കുറച്ച് പക്വതയൊക്കെ എത്തിയ കുട്ടിയാണ്. ആ കുട്ടിക്ക് കുറച്ച് ക്യാഷിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ പച്ചക്കറിക്കുള്ള കാശ് കൊടുത്തിരുന്നു. ഈ പച്ചക്കറി പീടിയെ പോയി നോക്കുമ്പോൾ നല്ല തിരക്കുള്ള ടൈമാണ്. അപ്പൊ ഇവന് പച്ചക്കറി തൂക്കിയിട്ട് ക്യാഷ് കൊടുക്കേണ്ട വേറൊരു ഭാഗത്താണ്. അതിലൂടെ അങ്ങനെ അങ്ങ് പോയി. തൂക്കി കൊടുക്കുന്ന ആളെ വിചാരിച്ചു ക്യാഷ് അവിടെ കൊടുത്തിട്ടുണ്ടാകുന്നു. അയാൾ വിചാരിച്ചു ഒരു പക്ഷേ കാശ് മറ്റാളെ കയ്യിൽ കൊടുത്തിട്ടുണ്ടാവുന്നു. രണ്ടിടത്തും കൊടുക്കലുണ്ട്, കൊടുത്തില്ല. പുരയിലെത്തി ഇയാൾ കുപ്പായം അയച്ചിട്ടപ്പോ കീശയിൽ കാശ് കണ്ട് ഉമ്മ ചോദിച്ചു, മോനെ നിന്റെ കീശയിൽ കാശ് കാണുന്നുണ്ട്. ഞാൻ തന്ന കാശുണ്ടല്ലോ. ഉമ്മ അത് കൊടുത്തില്ലേ? മറന്നുപോയി. അല്ല മോനെ സത്യം പറയും. ഉമ്മ ചോദിച്ചു, സത്യം പറഞ്ഞോ? കുഴപ്പമൊന്നുമില്ല, നീ സത്യം പറഞ്ഞാൽ മതി. നുണ പറയുന്നത്, സത്യം പറഞ്ഞോ? കാശ് നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരും. എനിക്ക് ചെറിയൊരു കാശിന് ആവശ്യമുണ്ടായിരുന്നു. അല്ലെങ്കിൽ നീ ഇത് കൊടുക്കാതെ പോരാ. നീ ഉടനെ തന്നെ പോയിട്ട് അയാൾ മാപ്പും പറയണോ കാശും കൊടുക്കണം. അപ്പോഴേ ഇത് സത്യം ഓർക്കുള്ളൂ. ചില കുസൃതിയുള്ള കുട്ടികൾ കണ്ടില്ലേ, ബസ്സിന് സ്കൂളിൽ പോകാൻ കാശ് കൊടുത്താൽ തിരിച്ചു വന്നിട്ട് ഉമ്മ നിങ്ങൾ തന്നതാ 10-15 രൂപ അങ്ങനെ തന്നെ ഉണ്ട്. അല്ല നീ സൗജന്യമായിട്ടാ പോയത്? ആരെങ്കിലും ബൈക്കിൽ കയറ്റിക്കൊണ്ടയോ? അല്ല ഞാൻ ബസ്സിന് തന്നെ പോയത്. പിന്നെ അത് പിറകോട്ട് വരാൻ ആ ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ കാശ് ചോദിക്കുന്ന ആൾ വന്നിട്ടില്ല, അതുകൊണ്ട് കൊടുത്തിട്ടുമില്ല. അത് പറ്റില്ല. നീ പോയിട്ട് നിനക്ക് സൗജന്യയാത്ര വെച്ചൊന്നുമല്ല, കാശ് കൊടുക്കണം. കൊടുക്കാതെ പോകുന്നതിന് അവരോട് പറയും വേണം. നീ സത്യസന്ധനാകണം. സത്യം പറയുന്നതിൽ മാത്രം ശീലിപ്പിക്കണം. അതുകൊണ്ടല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെരന്റെ മുറ്റത്ത് കൂടെ പോകാൻ. അപ്പൊ ചെറിയ കുട്ടിയായ അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ആ വീട്ടിന്റെ മുറ്റത്തുണ്ട്. മഹാനവറുകൾ പറയാൻ, ഞാനന്ന് കുട്ടിയാണ്, എന്റെ ഉമ്മ എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഉമ്മ വിളിക്കുന്നത് ഇങ്ങനെ കൈ ചുരുട്ടിയിട്ടാണ്, മോനെ ചുരുട്ടിയിട്ടാണ്. അപ്പൊ എന്നെ വിളിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ പോകുകയാണ്.
എന്റെ ഉമ്മാനോട് തങ്ങൾ ചോദിച്ചു, കൈ ചുരുട്ടി പിടിച്ചത് വല്ലതും കൊടുക്കണം എന്നുള്ള ലക്ഷ്യത്തിനാലാണോ, അതല്ല കുട്ടി ഒന്ന് വേഗം വരണമെന്ന് കരുതിയിട്ടാണോ? ഉമ്മ അങ്ങനെ കൈ നിവർത്തിയിട്ട് പറഞ്ഞു, ഇതാ ഒരു ചുള കാരക്കയുണ്ട്, എന്നാ കുഴപ്പമില്ല എന്നും പറഞ്ഞു. അല്ല നബി, എന്താണ് ഇങ്ങനെ ചോദിക്കാൻ കാരണം? ഇങ്ങനെ കൈ ചുറ്റി പിടിച്ചു, കൈയിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ ഉണ്ട് പക്ഷെ അത് തിന്നാൻ പറ്റാത്ത വസ്തുവാണ്, കുട്ടി വേഗം വരലാണ് ലക്ഷ്യമെങ്കിൽ അതൊരു കളവ് പറഞ്ഞ രീതിയാണ്. ഒരു കളവ് നിങ്ങൾക്ക് എഴുതപ്പെട്ടു പോകും. അങ്ങനെ പോലും കളവ് പറഞ്ഞുകൂടാ. കുട്ടിയെ വിളിക്കുന്നു, മോനെ വാ, നല്ല ലഡു തരാ, നല്ല ജിലേബി തരാ. കുട്ടി ഓടി വന്നത് ആഗ്രഹിച്ചിട്ട് കുട്ടിന്റെ മനസ്സിൽ വല്ലാത്ത താല്പര്യം. എവിടെ ഉമ്മ? അത് നമ്മളെ മറ്റേ കാക്കാന്റെ വീടിലുണ്ട്. കാക്കാന്റെ വീടിലുള്ളത് എല്ലാവർക്കും അറിയില്ലേ? അതിപ്പോ പറഞ്ഞിട്ട് കുട്ടിയെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ വിളിക്കരുത്, അത് കളവാണ്. ചെറിയൊരു കളവിന്റെ ലാഞ്ചന പോലും വരരുത്. അല്ലാഹു തആല സത്യത്തിന്റെ നാവ് നമുക്ക് ഏറ്റി തെരുമാറാകട്ടെ. അതുകൊണ്ടാണ് സത്യം പറയുന്നവരുടെ കൂടെ ജീവിതം ശീലിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ കാരണം. സത്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. കളവ് പറയുന്ന ആളോ, കളവ് പറയുന്ന ആള് തിന്മയുടെ ഭാഗത്തയാള് കൂടുതൽ കരുത്താർജിക്കും. തിന്മയാളിൽ കണ്ടമാനമുണ്ടായിട്ട് അയാൾ പോകുന്ന നരകത്തിലേക്കായിരിക്കും. ദുർമാർഗങ്ങളൊക്കെ അയാളെ പിന്നാലെ വരും. അതേ സമയത്ത് സത്യവാനാണോ, അയാൾക്ക് ജയിക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ വന്ന് ഒരാള് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ തങ്ങളെ വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ എനിക്കൊരുപാട് തകരാറുണ്ട്. ഞാൻ എപ്പോഴും കള്ള് കുടിക്കുന്ന ആളാണ്, അത് ഇഷ്ടപ്പെടുന്ന ആളുമാണ്, വ്യഭിചരിക്കുന്ന ആളാണ്, മോഷണം നടത്തുന്ന ആളാണ്, കളവ് പറയുന്ന ആളാണ്. ഇതൊക്കെ നിങ്ങൾ നിഷിദ്ധാക്കുന്നുണ്ട് ജനങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി ഒഴിവാക്കാൻ എന്നോട് പറയരുത്, അങ്ങനെ എനിക്ക് വിശ്വസിക്കാനാവൂല. ഏതെങ്കിലും ഒന്നും ഒഴിവാക്കാൻ പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറഞ്ഞ് ഞാൻ വിശ്വസിക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ഒന്ന് മതി, നിങ്ങൾ കളവ് പറയരുത്. അയാൾ ആ ഒരു കണ്ടീഷൻ പ്രകാരം അയാൾ വിശ്വസിച്ചു. ഒന്ന് തൃപ്തിപ്പെട്ടാൽ നിങ്ങൾ അതുകൊണ്ട് വിശ്വസിച്ചാൽ മതി. ഉത്റുക്കിൽ കദിബ്, നീ കളവിനെ ഉപേക്ഷിക്കുക. അത് സ്വീകരിച്ച് വിശ്വസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് അയാൾ വീട്ടിലേക്ക് പുറപ്പെട്ടു. തലേ ദിവസം അയാളെ കൂടെ ഇരുന്ന് മദ്യപാനം നടത്തിയവർ അയാളെ വീട്ടിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇതാ ഇതുവരെയൊന്നും കുടിക്കാത്ത മുന്തിയൊരു സാധനം കിട്ടിയിട്ടുണ്ട്, നീ വരുന്നോ, രുചിയുണ്ട്, കുടിച്ചു നോക്കിയാലേ അറിയുള്ളൂ. അപ്പോഴാണ് അയാളൊന്ന് ചിന്തിച്ചു പോയി, ഞാനത് കുടിച്ചാൽ പെട്ടുപോകുമല്ലോ, നാളെ പിറ്റേന്ന് എനിക്ക് മദീനയിലേക്ക് പോകേണ്ടി വരും, തങ്ങളെന്നോടെങ്ങാനും ചോദിച്ചാൽ കള്ളം പറയേണ്ടി വരൂലേ, അതുകൊണ്ട് ഖംറ് വേണ്ട. നേരെ പിറ്റേന്നതാ മുമ്പ് കാലങ്ങളിൽ ഒപ്പം കൂടി വ്യഭിചരിച്ച ആളുകൾ വന്നിട്ട് ഒരു പുതിയ ചരക്കിനെ കിട്ടിയിട്ടുണ്ട്, ഇതുവരെ കിട്ടാത്ത മുന്തിയ ചരക്കാണ്, നീ വരുന്നോ? ഞാൻ നിങ്ങളെ കൂടെ വരുന്നില്ല, എന്താ നീ മാറിയത്? നീ ഒരൊറ്റ വിഷയത്തിലല്ലേ കണ്ടീഷൻ ചെയ്ത് മുസ്ലിമായത്? അതെ, അത് തന്നെയാണ് വിഷയം. ഞാൻ നിങ്ങളുമായി വന്നിട്ട് ആ വേശ്യാവൃത്തിയിൽ അകപ്പെട്ട് നാളെ പിറ്റേന്ന് മദീനയിലെത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോ ഇല്ലെന്ന് പറയണ്ടേ? അത് കളവായി പോകൂലേ? അതുകൊണ്ട് നിങ്ങളെ കൂടെ ഞാനില്ല. എന്നിട്ട് പിറ്റേ ദിവസം അദ്ദേഹം 2 ദിവസം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുക്കൽ വന്നു. സുബ്ഹാനല്ലാഹ്, വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു അദ്ദേഹത്തോട്, നിങ്ങൾ വ്യഭിചരിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല. നിങ്ങൾ കളവ് നടത്തിയോ, നിങ്ങൾ മോഷണം നടത്തിയോ? ഇല്ല. നിങ്ങൾ ഖംറ് കുടിച്ചോ? ഇല്ല. എന്നിട്ട് ആ സ്വഹാബിവരൻ പറയുന്നു, നബിയേ, മാ അഹ്സന മാ ഫഅൽത, എത്ര നല്ല കാര്യമാണ് തങ്ങൾ ചെയ്തത്. ലമ്മാ മനഅതനി അനിൽ കദിബി ഇൻ സദ്ദത് അബ്വാബുൽ മആസി അലയ്യ, കളവ് മാത്രം എനിക്ക് വിലക്കിയപ്പോൾ കുറ്റകൃത്യങ്ങളുടെ മുഴുവൻ അധ്യായങ്ങളും അടഞ്ഞുപോയി. പിന്നൊന്നിലേക്കും എനിക്ക് പോകാൻ തോന്നിയില്ല, ഒന്നും സ്വീകരിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. സിദ്ഖ് അങ്ങനെയല്ലേ? സത്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് സത്യം പറഞ്ഞ് ശീലിക്കണം. സത്യം പറയുന്ന വാക്ക് ഉപ്പമാര് ഉമ്മമാര് എപ്പോഴും കൊണ്ടു നടക്കണം.
അഥവാ കളവ് പറയുന്നത് മക്കൾ കേട്ടാൽ അവരത് പിൻപറ്റും എന്നോർക്കണം. ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് അവിടെയാണ്. നമ്മളെ പിന്തുടർന്നു പോകാൻ ഒരു വിഭാഗം നമ്മളെ പിന്നാലെയുണ്ട്. അവരിതൊന്നും മനസ്സിലാക്കില്ല എന്ന് നമ്മൾ കരുതരുത്. നമ്മൾ പറയുന്നത് കളവാണ്. കുട്ടികൾക്കറിഞ്ഞാൽ അവരും അങ്ങനെ പറഞ്ഞു ശീലിക്കും. നമ്മളിൽ നിന്നാണത് ശീലിച്ചത്, പുറത്തു നിന്ന് ആരിൽ നിന്നുമായിരിക്കില്ല. അതുകൊണ്ട് സത്യം പറയണം. അതിന് വലിയ മുൻതൂക്കമുണ്ട്, അതിന് വലിയ സമാധാനമുണ്ട്, അതിന് വലിയ വിജയമുണ്ട്. സത്യവാന്മാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വലിയ വിലയും നിലയും അതിനുണ്ട്. അതൊരു ശ്രേഷ്ഠമായ സ്വഭാവമാണ്. ആറാമത്തത് വിശദീകരിച്ചാൽ തീർക്കാൻ കഴിയൂല, ഞാൻ എണ്ണി എങ്ങനെ പോവുകയാണ്, ഒന്നും പറയാതെ വിട്ടുപോകണ്ടെന്ന് എഴുതിയിട്ട്. ആറാമത്തത് അൽ ഇൻഫാഖു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക. വിശുദ്ധ ഖുർആനിൽ ധാരാളം കൽപ്പനകൾ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിൽ വളരെ വലിയ മുൻതൂക്കം നിൽക്കുന്നതാണ് കുടുംബക്കാർക്ക് കൊടുക്കുന്നത്. കുടുംബക്കാർക്ക് കൊടുക്കുന്നതിന് വലിയ പ്രസക്തിയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ഖതീബുമാര് നമ്മൾ ഉപദേശിക്കുന്ന ഉപദേശം അതല്ലേ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബാ. അല്ലാഹുവിന്റെ 3 കൽപ്പനകൾ അവർ എണ്ണി പറയുന്നതിൽ കുടുംബക്കാർക്ക് കൊടുക്കണം. കുടുംബക്കാർക്ക് ധാരാളം കൊടുത്ത നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ അടുത്തേക്ക് വല്ല ഹദിയയും വന്നാൽ എടുത്തു വെക്കുന്ന സ്വഭാവം ഇല്ല. സഹോദരങ്ങളെ, ആദ്യകാലത്തൊക്കെ കാരക്ക കൊട്ടയിലായി വരുമ്പോ ആ കൊട്ടയിൽ നിന്നൊരു കൂട്ടം കാരക്ക എടുത്ത് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയിലേക്ക് കൊടുത്തയക്കുകയാണ്. അവിടുത്തെ മാതാവാണല്ലോ, മുലയൂട്ടിയ മാതാവല്ലേ, തങ്ങളെ പരിചരിച്ച മഹദിയല്ലേ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ, അവിടത്തേക്കും കൊടുത്തയക്കുകയാണ്. തങ്ങൾക്ക് ഒരുപാട് ശിക്ഷണം നൽകിയ മഹദിയല്ലേ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ, അവിടത്തേക്കും കൊടുത്തയക്കുകയാണ്. കുറഞ്ഞ കാലമാണെങ്കിലും മുലയൂട്ടിയ പെണ്ണല്ലേ സുവൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു അൻഹ ഉമ്മയല്ലേ, ആ ഉമ്മയിലേക്കും കൊടുത്തയക്കുകയാണ്. സ്വന്തം മാതാവ് ഇല്ലാഞ്ഞിട്ടും മുലയൂട്ടിയ ശിക്ഷണം നടത്തിയ മാതാക്കൾക്ക് തങ്ങൾ കൊടുക്കുന്ന ബഹുമാനം വളരെ വലുതാണ്. പാലങ്ങനെ കൊടുത്തയച്ചിട്ടുണ്ട്, വസ്ത്രവും അങ്ങനെ കൊടുത്തയച്ചിട്ടുണ്ട്. കുടുംബക്കാർക്ക് കൊടുക്കുന്നതിൽ വളരെ വലിയ മഹത്വം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഏറ്റവും നല്ല ലാഭം കിട്ടുന്ന സമ്പത്തുമായി വിശുദ്ധ ഇസ്ലാമിന് നൽകാൻ വേണ്ടി വന്നപ്പോ, ഇന്നി അറാ അൻ തജഅലഹാ ഫിൽ അഖ്റബീൻ, അബൂ ത്വൽഹ നിങ്ങളത് എനിക്ക് തരണ്ട, നിങ്ങളെ കുടുംബക്കാർക്ക് കൊടുക്കലാണ് നല്ലത്, ഞാൻ അങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്. മഹാനവർകൾ തന്റെ മക്കളെയും സഹോദരന്മാരുടെ മക്കളെയും വിളിച്ചിട്ടത് വിഹിതം വെച്ചു കൊടുത്തു. അനന്തര സ്വത്തല്ലത്, ജീവിതകാലത്ത് കൊടുത്താണ്. സഹോദരന്മാരെ മക്കൾ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠാഞ്ജന്മാരെ മക്കള്, ഒരു കുടുംബക്കാരനല്ലേ. സ്വന്തം തറവാട്ടുള്ളവർ മാത്രമല്ല കുടുംബം, അവരൊക്കെ കുടുംബക്കാർ തന്നെയാണ്. അവർക്കും കൊടുത്തു. ജ്യേഷ്ഠന്മാരുടെയും അനുജന്മാരുടെയും ജ്യേഷ്ഠത്തിമാരുടെയും അനിയത്തിമാരുടെ വലിയ ബന്ധല്ലേ, അവരെ തൊട്ടാൽ ഉളൂ മുറിയാത്ത ബന്ധല്ലേ, കാണാൻ പറ്റുന്ന ബന്ധല്ലേ, എത്രമാത്രം വലിയ ബന്ധാണത്. അപ്പൊ അവർക്കാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വീതിച്ചു കൊടുത്തത്. ആ തോട്ടത്തിന് എത്രമാത്രം വലിയ പ്രത്യേകത ഉണ്ട്. അതിന്റെ ഏറ്റവും വലിയ സ്ഥാനം, ഇടക്കിടക്ക് ആ തോട്ടത്തിൽ വിശ്രമിക്കാൻ വേണ്ടി കയറുന്ന നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള തോട്ടാണ്. ഇടക്കിടക്ക് അവിടെ ഒന്ന് കയറിയിട്ട് വിശ്രമിക്കും. നല്ല ശുദ്ധജലം ഒഴുകുന്ന തോട്ടാണ്. ഒരുപാട് കാരക്കകളും കിട്ടും. അപ്പൊ അത് കൊണ്ടുവന്നപ്പോ ആയത്തിറങ്ങിയ ഉടനെ തന്നെ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, ആയത്ത് കേട്ട ഉടനെ തന്നെ വന്നു. അത് കുടുംബക്കാർ കൊടുത്തേക്കുന്നു. ഗനീമത്ത് വന്നപ്പോഴും അങ്ങനെയുള്ള കുടുംബത്തെ നല്ലോണം പരിഗണിച്ചു. അവർക്ക് മദീനത്തെ പള്ളിയിൽ സ്വത്ത് വന്നു, ഇഷ്ടം പോലെ സമ്പത്ത് വന്നു. അപ്പൊ അന്ന് ളുഹുറിന്റെ ജമാഅത്തിന് പതിവിൽ കവിഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെ ഉണ്ടാവുമല്ലോ, അതൊരു കുറ്റമൊന്നുമല്ല. അപ്പൊ കുറ്റം നിങ്ങളിപ്പോ ഈ നാട്ടിൽ ഇപ്പൊ എല്ലാവർക്കും ഒരു 16 റുപ്യ കൊടുക്കുന്ന ഒരു അറബി വന്നാൽ നമ്മളൊക്കെ വരില്ലേ, അതൊരു കുറ്റമൊന്നുമല്ല. അയാൾ കൊടുത്തിട്ടല്ലേ വരുന്നത്, അല്ലെ വരില്ലല്ലോ.
ആൾക്കാർ മനസ്സിലാക്കുന്നത് മോശമാണ്. മോശം ഒന്നുമല്ലല്ലോ, കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നത്. വാങ്ങാൻ വേണ്ടി നമ്മൾ ചെന്നു, എന്താ അപ്പോൾ അത് മോശമൊന്നുമില്ല, ആൾ കൊടുക്കും, ആൾക്കാർ വാങ്ങും ചെയ്യും. സ്വഹാബത്ത് പതിവിൽ കവിഞ്ഞ ആൾക്കാരുണ്ടായപ്പോൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ അവരെ മുഖത്ത് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചിരിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ വല്ലതും അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. എന്നാ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞപ്പോ ബാപ്പാന്റെ സഹോദരനാണല്ലോ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഒരു വിഹിതം പോരാ, 2 വിഹിതം വേണമെന്ന്. കുടുംബക്കാരനാണ്, ബാപ്പാനെ പോലെ ബഹുമാനിക്കേണ്ട ബാപ്പാന്റെ സഹോദരനാണ്. എനിക്ക് 2 വിഹിതം വേണം, 1 പോരാ. കാരണം ബദറിൽ തടവിലാക്കപ്പെട്ടതിന് എന്റെയും സഹോദരൻ അഖീലിന്റെയും 2 ആളുടെയും ഞാൻ കൊടുത്തത്. അതുകൊണ്ട് കുറെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഏറെ വേണമെന്ന് പറഞ്ഞു. തരാന്ന് പറഞ്ഞു. സുന്നത്തുസ്കാരം കഴിഞ്ഞതിന് ശേഷം അത് വിഹിതം കൊടുക്കാണ്. ദിർഹമാണ് കൊടുക്കുന്നത്. അതങ്ങനെ വാരിക്കൂട്ടി ധാരാളം ഒരു ചാക്കിന്റെ ഉള്ളിൽ നിറച്ചിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു പൊന്തിച്ചു നോക്കുമ്പോൾ പൊന്തുന്നില്ല, അത്രയും അധികമായി. ഇത് പൊക്കാൻ ഒരാൾ കൂട്ടിത്തരുമെന്ന് വെച്ചു. പൊക്കാനൊന്നും ആളെ തരില്ല, നിങ്ങൾ പൊന്തിച്ചോളി തരണം, നിങ്ങൾ പൊക്കിക്കോളി എന്ന് പറഞ്ഞു. പിന്നെയും കുറച്ചുകൂടി വാരിട്ട് പിന്നെയും പൊക്കാൻ നോക്കി, അപ്പോഴും പൊങ്ങിയില്ല. പിന്നെ കുറച്ചുകൂടി വാരിട്ട് പിന്നെ പൊക്കി പതുക്കെ തൊള്ളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആ പോക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി നിന്നിട്ട് ഇങ്ങനെ സന്തോഷിച്ചു. എൻ്റെ കുടുംബക്കാർ കൊടുക്കുമ്പോൾ നല്ല സന്തോഷം വേണം. ചിലരെന്താ ചെയ്യാറ്, നിങ്ങൾ കുടുംബക്കാർ കൊടുക്കാൻ ഭയങ്കര മടിയടിക്കും. അഥവാ പെങ്ങളെ കുട്ടീൻ്റെ കല്യാണോ സഹോദരിയുടെ അല്ലെ സഹോദരൻ്റെ മോളൊക്കെ കല്യാണമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്ത് സഹായിക്കും. ഇവിടെ ഇല്ലത് കൊടുത്ത് സഹായിക്കൂലേ? സഹായിക്കും. അങ്ങനെ പോയി നോക്കുമ്പോൾ അവിടെ തരുന്നതൊക്കെ ഒന്ന് എഴുതി വെക്കാൻ വേണ്ടി അത് അറിയാനാണല്ലോ, അത് തിരിച്ചു സഹായിക്കാനാണല്ലോ, അങ്ങനെ ഒരു പ്രത്യുപകാരല്ലേ. അവിടെ മേശിട്ട് ഒരാൾ 1-2 ആൾക്കാർ അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇയാൾ അതിന്റെ അടുത്ത് പോയി നോക്കുമ്പോൾ ഇയാൾക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അയാൾക്ക് ബന്ധം നോക്കിയിടം കൊടുത്താൽ മതി. അടുത്ത് പോയി നോക്കുമ്പോൾ ധാരാളം കവർ കാണുന്നുണ്ട്. കവറങ്ങനെ എത്ര ഉണ്ടാവും? ഇഷ്ടംപോലെ കവർ കണ്ടപ്പോ അയാൾ കരുതി ഉണ്ടാവും. ആ കവറിന്റെ കണക്കനുസരിച്ച് ഒന്നിൽ തന്നെ 2000 ഉണ്ടെങ്കിൽ എത്ര ഉണ്ടാവും? അതുകൊണ്ട് 20,000 കൊടുക്കാൻ വന്ന ആളോട് അയാളെ മനസ്സ് പറഞ്ഞു, 20,000 ഒന്നും കൊടുത്തു പോണ്ട, ഒരു 5,000 ഒക്കെ പതുക്കെ കൊടുത്തിട്ട് അനുഭാവിന്ന് പേര് എഴുതി പോയാൽ മതി, എന്നാ കുഴപ്പമില്ല. അങ്ങനെ ആകാൻ പാടില്ല. കാരണം അത് കുടുംബമാണ്, നല്ലോണം കൊടുക്കേണ്ടേ കുടുംബക്കാർക്കാണ്. ചിലർ പറയും കുടുംബത്തിന് കൊടുത്താൽ നന്ദി ഉണ്ടാകൂലെന്ന്. ഇവിടെ നല്ല വാക്ക് പ്രതീക്ഷിച്ച് നിങ്ങൾ കൊടുക്കണ്ട, അള്ളാഹുവിന്റെ വിചാരിച്ചു കൊടുത്തോളൂ, അതിന് വലിയ ഫലം കാണും. ഞാൻ കൊടുത്തീന അയാൾ എന്നോട് ഇങ്ങനെ മുഖസ്തുതി പറയണം, 4 ആളെ വെച്ചിട്ട് എന്നെ പ്രശംസിക്കണം, അത് കരുതിയിട്ടും കൊടുക്കണ്ട. അത് നമ്മൾ തന്നെ വലുതാകാൻ ഉദ്ദേശിച്ചൊരു ഏർപ്പാടല്ലേ. നമ്മൾ കൊടുക്കുക, നല്ല നിയ്യത്ത് വെച്ച് കൊടുക്കുക, നല്ല ഉദ്ദേശം വെച്ച് കൊടുത്താൽ എപ്പോഴും ഫലം. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം ഒരു ഹദീസ്. ഒരു നല്ല സമ്പന്നനായ വ്യക്തി കുറച്ച് സ്വത്തെടുത്തിട്ട് അയാൾ പറഞ്ഞു, ഇന്ന് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു സ്വതക്ക ചെയ്യുന്നു പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി നോക്കി ഒരു പാവപ്പെട്ട മനുഷ്യനാന്ന് തോന്നുന്ന ഒരാളെ കണ്ടപ്പോൾ അയാൾക്കും കൊടുത്തു. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക നല്ല നീയത്തിലെല്ലാം കൊടുത്തു. ഈ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ റിസൾട്ട് കിട്ടാൻ എന്താ നല്ലത്? നാട്ടിലെവിടെയെങ്കിലും ഉണ്ടാവും ചായ മക്കാനി, എവിടെ പോയാൽ വേഗം റിസൾട്ട് കിട്ടും. അതങ്ങനെ പൊതുവെ ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം സംഭവിച്ചാൽ അതിന്റെ കൂടുതൽ റിസൾട്ട് അവിടെ വരും. അപ്പോൾ വൈകുന്നേരം പോയപ്പോൾ ആളുകൾ പറയുന്നുണ്ട്, ഇന്നലെ ആരോ ഒരു കള്ളന് സ്വതക്ക കൊടുത്തു പോലെ, ആരാപ്പ ഈ കള്ളന്മാർക്കൊക്കെ സ്വതക്ക കൊടുക്കുന്നതെന്ന്. അപ്പൊ കൊടുത്ത ആള് പടച്ചോനാ റബ്ബേ, ഞാനാണല്ലോ കൊടുത്തത്. വാങ്ങിയ ആള് ആ നേരത്തെ അങ്ങനത്തെ ഒരു കള്ളനാണെന്ന് അറിയില്ലല്ലോ, ഞാൻ നീയത്ത് നന്നാക്കിയല്ലേ കൊടുത്തത്. പടച്ചോനെ വാങ്ങിയത് കള്ളനായിപ്പോയോ. എന്നാ ഇന്ന് നല്ലൊരാൾ കൊടുക്കാന്ന് കരുതി 2-ാമത്തെ ദിവസം വേറൊരു സ്വത്തും കൂടി എടുത്ത അയാൾ പുറത്തിറങ്ങി. അപ്പൊ ഒരു പാവപ്പെട്ട പെണ്ണിനെ കണ്ട് ആ പെണ്ണിനെ കൊടുത്തു. അപ്പൊ അതിനെപ്പറ്റി പിന്നെ ജനങ്ങൾക്കിടയിൽ വാർത്ത വന്നു, ഇന്നലെ ഇങ്ങനെ വേശ്യാവൃത്തി ചെയ്യുന്ന വ്യഭിചാരം ചെയ്യുന്ന ഒരു പെണ്ണിനാരോ സംഭാവന കൊടുത്തു പോയി. ഇവിടെ എത്ര നല്ല ആൾക്കാരുണ്ട്, എന്നിട്ട് ആരായി ഈ പെണ്ണിനൊക്കെ സംഭാവന കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. പടച്ചോൻ അതും അങ്ങനെ ആയിപ്പോയി. 3-ാമത്തെ ദിവസം ഇനി അങ്ങനെ ഒരു പാവത്രം കണ്ട് കൊടുക്കേണ്ട, കുറച്ചൊക്കെ ഒരു മട്ടുള്ള ആളെ നോക്കി കൊടുക്കാന്ന് കരുതി ഒരു ഡീസന്റ് മേനെ കണ്ടപ്പോൾ അയാൾക്കും കൊടുത്തു. നല്ല അത്യാവശ്യം തുണി കുപ്പായൊക്കെ നല്ല ഉഷാറില്ലേ, കുറച്ചൊക്കെ ഒരു സ്റ്റാറ്റസുള്ള ആളെ കണ്ടപ്പോൾ അയാൾക്കും കൊടുത്തു. അപ്പൊ ജനങ്ങൾ പറഞ്ഞു, തുസുദ്ദിഖല്ലൈല തലാ ഗനിയൻ, ഒരു പണക്കാരൻ എന്നല്ല ആരോ സ്വതക്ക് കൊടുത്തു പോയി. പണക്കാരന് സ്വതക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ.
പക്ഷേ 3 കൊടുതിയും നിയ്യത്ത് നന്നാക്കിയത് കൊണ്ട് എത്ര നേട്ടം കിട്ടി? ആദ്യം സംഭാവന കിട്ടിയ സാരിഖ് കള്ളൻ ചിന്തിക്കുന്നു, അല്ലാ, ഒരാളുടെ വീട്ടിലും കയറി കക്കാതെ എനിക്ക് സമ്പത്ത് തരാൻ നീ ആളെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിന് മറ്റൊരാളെ വീട്ടിൽ കയറണം? അതുകൊണ്ട് ഇനി മേലാൽ ഞാൻ കക്കാനില്ല. അത് കൊടുത്ത ആളെ നിയ്യത്ത് നന്നായതുകൊണ്ട് കിട്ടിയ ഫലമാണ്. രണ്ടാമത് സ്വതക്ക കിട്ടിയ പെണ്ണ് ചിന്തിക്കുന്നു, ഞാൻ എൻ്റെ ശരീരം വിൽക്കുന്നത് എൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയല്ലേ, അതില്ലാതെ തന്നെ എനിക്ക് പണം തരാൻ നീ ആളെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനീ ഏർപ്പാടിന് പോകണം? ഞാൻ ഇനി ആ ദുർവഴിക്കില്ല. മൂന്നാമത്തെ ആള് ചിന്തിക്കുന്നത്, എനിക്ക് പണം തന്ന വ്യക്തി പണം ഉള്ള ആളായത് കൊണ്ടല്ലേ എനിക്ക് പണം തന്നത്. അപ്പൊ ഞാനൊരു പണമുള്ള ആളാകുമ്പോ ഞാനൊരു ബഖീലാകാൻ പാടില്ലല്ലോ, ഞാൻ എന്തൊരു പിശുക്കനാണ്, ഞാനും കൊടുക്കട്ടെ സ്വതഖ. അയാളെ പിശുക്ക് മാറിയിട്ട് അയാളും സ്വതഖ കൊടുക്കാൻ തുടങ്ങി, സംഭാവന കൊടുക്കാൻ തുടങ്ങി. നിയ്യത്ത് നന്നായപ്പോൾ അതിന് വലിയ ഫലം കിട്ടിപ്പോയി. ഇതുകൊണ്ടാണ് ഹദീസിൽ നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി, മുഅ്മിനായ മനുഷ്യന്റെ നിയ്യത്ത് അവന്റെ കർമ്മത്തെക്കാളും മഹത്തരമാണ്. അതിന് വലിയ മഹത്വമുണ്ട്, പവറുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക. കുടുംബക്കാർക്ക് കൊടുക്കണം, അഗതികൾക്ക് കൊടുക്കണം. ഇല്ല എന്ന് പുറം നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയാത്ത സാധുക്കളുണ്ട്, അവർക്കും കൊടുക്കണം. അവരെ നടത്തം കണ്ടാൽ തോന്നൂല അവർക്കില്ല, അവർക്കൊക്കെ അത്യാവശ്യം ഉണ്ട് എന്നാ തോന്നുന്നു. തുണിക്കുപ്പായൊക്കെ നല്ല മട്ടത്തിൽ ഉള്ളത് തേച്ചതാണ്, തേച്ച് ഉള്ള ഭക്ഷണം നല്ല റാഹത്തിൽ നല്ല സംസാരമൊക്കെ സംസാരിച്ച് സംഗതി അന്വേഷിച്ചു നോക്കുമ്പോൾ കാര്യം കട്ടപ്പുകയാണൊന്നുമില്ല. പക്ഷേ ആരോടും പരാതി പറയില്ല. ഖുർആൻ പറഞ്ഞില്ലേ, താരിഫു സീമാഹും ലാ യസ്അലൂന അന്നാസ ഇൽഹാഫാ. സാധുക്കളുണ്ട്, അവരങ്ങനെ ഉള്ളത് കൊണ്ട് അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്, ഒപ്പിച്ചു പോവുകയാണ്. ചില നേരത്തൊന്നും ഒരു ഭക്ഷണവും അവരെ വീട്ടിലില്ല. രാവിലെ കിട്ടിയല്ലോ എന്ന് എഴുതി ഉച്ചക്കും അതുകൊണ്ട് മതിയാക്കാണ്, ഒന്നുമില്ല. അങ്ങനെ പോകുന്ന പാവങ്ങളുണ്ട്. അവരടയാളം കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. എന്താ? ലാ യസ്അലൂന അന്നാസ ഇൽഹാഫാ. ഒന്നും നിർബന്ധിച്ച് ആരോടും ചോദിക്കൂല. ആരെങ്കിലൊക്കെ തന്നാ വാങ്ങും, ഇല്ലേ ഇല്ലാത്തതുപോലെ നടക്കും. അങ്ങനത്തെ പാവങ്ങളുണ്ട്, അവരെ കണ്ട് തിരിച്ചറിഞ്ഞു കൊടുക്കണം. അത് വലിയ സന്തോഷമുള്ള സ്വതക്കയാണ്. ഒരു ഫക്കീറായ ഒരു മിസ്കീനായ മനുഷ്യന് ഒരാൾ സംഭാവന കൊടുത്താൽ, സ്വതക്ക കൊടുത്താൽ, സഹോദരങ്ങൾ, എത്രയാണ് അതിൻ്റെ മഹത്വം. ഒരു പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയാൽ അല്ലാഹു തആല നൽകുന്നത് ചെറിയ സംഭാവനയാണ്, ചെറിയ സുഹൃതമാണോ കൊടുക്കുന്നത്? അല്ലല്ല. നിങ്ങൾ നോക്ക്, കടം തരാനുള്ളവൻ കഴിവില്ലാത്തവനായതുകൊണ്ട് കടം വിട്ടുകൊടുത്തൊരു മുതലാളിയെ ഞാൻ സ്വർഗത്തിൽ കണ്ടു എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അയാൾ നല്ലൊരു കച്ചവടക്കാരനായിരുന്നു. മരിക്കുന്ന സമയത്ത് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, തജാവസു അനിൽ മുഅ്സിരി യതജാവസു അൻകും റബ്ബുൽ ആലമീൻ. കഴിവില്ലാത്തവരെന്തെങ്കിലും വസ്തുക്കൾ വാങ്ങിപ്പോയാൽ അവരോട് നിങ്ങൾ നിർബന്ധിച്ച് ചോദിക്കരുത്, വിട്ടുകൊടുത്തേക്കൂ. ലോകരക്ഷിതാവായ അള്ളാഹു നിങ്ങൾക്ക് വിട്ടുതരും. ഇത് മക്കളോട് ഉപദേശിച്ച് അങ്ങനെ ശീലമാക്കിയ നല്ല കച്ചവടക്കാരൻ. ഉള്ളവർക്ക് തരാൻ കുറച്ചൊക്കെ ഡേറ്റ് കൊടുക്കും, കുറച്ച് കഴിഞ്ഞിട്ട് തന്നോളി, ഇല്ലെങ്കിൽ എന്ന് പറയും. തീരെ ഇല്ലാത്തവരാണോ തരണ്ടെന്ന് പറയും. അത് വലിയ ഒരു സംഭാവനയാണ്. അങ്ങനെ കൊടുത്ത കാരണം കൊണ്ട് അദ്ദേഹം സ്വർഗത്തിലെത്തിപ്പോയി. പാവപ്പെട്ടവർക്ക് കൊടുത്ത വലിയൊരു വിട്ടുവീഴ്ചയല്ലേ? അള്ളാഹു അല്ലേ അത് പരിഗണിക്കുന്നത്? കാരണം പാവങ്ങളെ സ്നേഹിക്കുമ്പോ അല്ലാഹു തആല സ്നേഹം തരികയാണ്, സഹായം തരികയാണ്. അതുകൊണ്ടാണല്ലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംഗതി വളരെയധികം പ്രശ്നകലുഷിതമായ രംഗങ്ങളിൽ വരെ തങ്ങൾ ദുആ ചെയ്തത്, അല്ലാഹുമ്മൻസുർനാ ബിസ്ആലികിൽ മുഹാജിരീൻ. കിടപ്പാടം വരെ ഇല്ലാതെ ഹിജ്റ ചെയ്ത് വന്ന സാധുക്കൾ എൻ്റെ കൂടെയുണ്ട് റബ്ബേ, അവരെ പരിഗണിച്ച് നീ ഞങ്ങളെ സഹായിക്കണേ. ആ മുഹാജിറുകളായ സാധുക്കൾക്ക് എത്ര വലിയ സ്ഥാനമുണ്ട്. നാളെ ഹൗദിന്റെ അടുക്കൽ ചെന്ന് ആദ്യം വെള്ളം കുടിക്കുന്നത് അവരല്ലേ. വവ്വലു വാരിദിഹി, ഹദീസിൽ വന്നില്ലേ, ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ആദ്യം ചെല്ലുന്നത് ഫുഖറാഉൽ മുഹാജിരീൻ, മുഹാജിറുകളിലെ പരമസാധുക്കളാണ്.
മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽപ്പെട്ട മഹാനാണ്. വസ്ത്രം ധരിക്കാനില്ലാത്തതിന്റെ പേരിൽ ആടിന്റെ തോലണിഞ്ഞ് മസ്ജിദുൻ നബവിയിലേക്ക് ബഹുമാനപ്പെട്ട മുസ്അബ് റളിയല്ലാഹു അൻഹു വന്നില്ലേ? ആ രംഗം കണ്ട് വളരെ വിഷമത്തോടെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, ഉൻദുറൂ ഇലാ ഹാദാ കൈഫ ഫഅല ബിഹിൽ ഈമാൻ. നിങ്ങൾ ഈ മുസ്അബ് റളിയല്ലാഹുവിലേക്കൊന്ന് നോക്കൂ, എത്ര വലിയ സമ്പന്നന്റെ മോനാണ്. ഈമാൻ നൽകിയൊരു പരിവർത്തനം എങ്ങനെയാണെന്ന് ചിന്തിച്ചു നോക്കൂ. ആ മുസ്അബ് റളിയല്ലാഹു അൻഹു പൂർണ്ണ കഫംപുട പോലും ഇല്ലാത്ത അവസ്ഥയിലല്ലേ വഫാത്തായി പോയത്. ഉഹുദിലല്ലേ മുസ്അബ് റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. അവരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് സ്വീകാര്യത നൽകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു തആല ബർക്കത്തേറ്റി തരട്ടെ. കാലിന്റെ ഭാഗത്ത് പുല്ല് വെച്ചിട്ടല്ലേ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്തത്. സഹോദരങ്ങളെ, ഇല്ലാത്തൊരവസ്ഥയല്ലേ അത് ആ ഒരു അനുഭവം വെച്ചിട്ടല്ലേ പിൽക്കാലത്ത് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഏറെ കരഞ്ഞുപോയത്. ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയത്. മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരൊറ്റ സംഭവം മാതൃകയാക്കി കരഞ്ഞ മഹാരഥന്മാർ എത്രയുണ്ട്. അവർക്ക് അല്ലാഹു വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സാധുക്കളെ സ്നേഹിക്കുക, അവർക്ക് ഒത്താശ ചെയ്യുക. പാവങ്ങളെ വീട്ടിൽ പാതിരാത്രിയിൽ പോയി ഖിദ്മത്ത് ചെയ്ത മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കേട്ടില്ലേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ അവസാന സന്ദർഭത്തിൽ മദീനയുടെ അങ്ങേയറ്റത്തൊരു പെണ്ണുണ്ടൊരു വിധവയാണ്. ആ പെണ്ണിന് ഭർത്താവില്ല, ഭർത്താവ് മരണപ്പെട്ടു പോയി, മക്കളുമില്ല, കുടുംബക്കാരുമില്ല, ഒറ്റക്കാണ് താമസിക്കുന്നത്. പുറത്തു വരാനാണെങ്കിലോ ശരീരത്തിന് ക്ഷീണമുണ്ട്, ഒറ്റക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പെണ്ണിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി, ഒത്താശ ചെയ്തു കൊടുക്കാൻ വേണ്ടി നട്ടപ്പാതിര നേരത്ത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്നിറങ്ങി പുറപ്പെട്ടു. അവിടെ എത്തിയിട്ട് സുബ്ഹിന്റെ ജമാഅത്താകുമ്പോഴേക്ക് പള്ളിയിലെത്തണം. പോയി നോക്കുമ്പോ, ആ വീട്ടിന്റെ ഉള്ളിലെത്തി നോക്കുമ്പോ വൃദ്ധയായ മാതാവിനോട് ചോദിച്ചു, ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചു. നിങ്ങൾ കുളിച്ചോ? കുളിച്ചു. ഡ്രസ് എന്തേയായി? ഡ്രസ്സൊക്കെ ഒരാൾ കൊണ്ടുപോയി. പുതിയ ഡ്രസ് ഇവിടെ ധരിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണം മുതാ രാവിലത്തേക്ക് ഉച്ചത്തേക്കുള്ള ഇവിടെ വെച്ചുപോയിട്ടുണ്ട്. ആളെ മനസ്സിലായില്ല. രണ്ടാമത്തെ ദിവസവും കുറച്ച് നേരത്തെ വന്നു. അതെ, അപ്പോഴും ആളെ മനസ്സിലായില്ല. ഇവിടെ എത്തുമ്പോഴേക്ക് ആളിറങ്ങിപ്പോയിട്ടുണ്ട്. മൂന്നാമത്തെ ദിവസം വന്നപ്പോൾ ആള് ഉള്ളിലുണ്ട്. പുറത്തിറങ്ങി നോക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ. ഈ ഒരു കാഴ്ച കണ്ടപ്പോ സ്വന്തം ശരീരത്തോട് പറഞ്ഞില്ലേ ഉമർ റളിയല്ലാഹു അൻഹു, ഓ ശരീരമേ, നിനക്ക് സിദ്ദീഖ് തങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ കഴിയില്ല. ഖിലാഫത്തിന്റെ മേച്ചിൽപ്പുറത്തിൽ താമസിക്കുമ്പോഴും പാവപ്പെട്ട വിധവയായ നേർക്കുനേരെ കാഴ്ചയില്ലാത്ത ഒരു പെണ്ണിനെ പരിരക്ഷിക്കാൻ കൂടെയുള്ള അംഗരക്ഷകരിൽ സൈന്യത്തിൽപ്പെട്ട ഒരാളെ വിട്ടതല്ല. ഖലീഫ നേർക്കുനേരെ ചെന്നിട്ടല്ലേ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുന്നത്. അതിനൊരു ശമ്പളം വാങ്ങാനോ കമ്മീഷൻ വാങ്ങാനോ അല്ല. മേലധികാരിയായ റബ്ബിന്റെ പൊരുത്തം മാത്രം കാക്ഷിച്ചല്ലേ ഇത് ചെയ്യുന്നത്. പിൽക്കാലത്ത് ആ പെണ്ണിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. 10 വർഷവും ചില്ലറ മാസവും ആ പെണ്ണിനെ പരിരക്ഷിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഈ സംഭവം ത്വൽഹ റളിയല്ലാഹു അൻഹു അറിയുന്നുണ്ട്. ത്വൽഹ റളിയല്ലാഹു അൻഹു നട്ടപ്പാതിരാക്ക് പോയി നോക്കുമ്പോ ഉള്ളിൽ ഒരാളെ ചലനം കേൾക്കുന്നുണ്ട്. പുറത്തിറങ്ങി വരുമ്പോ ആരാണത്? അത് അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തോട് ചോദിക്കുകയാണ്, അല്ലയോ ത്വൽഹ, അസറാത്തി ഉമറ തത്തബിഊ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്ത ഈ വിഷയത്തിന്റെ ബാക്കിയോടാണോ പിൻപറ്റാൻ പോകുന്നത്? നേരത്തെ നീ അറിയേണ്ട ശരീരമേ, ഇങ്ങനൊരു വിഷയം ഇവിടെ ഉണ്ടെന്ന് നേരത്തെ നീ എന്തുകൊണ്ട് അറിഞ്ഞില്ല? അതുകൊണ്ട് പാവങ്ങൾക്ക് ഒത്താശ ചെയ്യണം, മിസ്കീന്മാർക്ക് എന്തെങ്കിലും കൊടുക്കണം. വകുപ്പില്ലാത്തവർക്ക് വിശുദ്ധ റമദാനാ വരുന്നത്. നോമ്പ് നോൽക്കാനും അത്തായം കഴിക്കാനും വകുപ്പുണ്ടാക്കി കൊടുക്കണം. റമദാനു ഷരീഫ് കഴിഞ്ഞിട്ട് പെരുന്നാൾ വരുമ്പോ നമ്മളെ നാട്ടിൽ
കഴിഞ്ഞ പെരുന്നാളിന്റെ മുമ്പത്തെ പെരുന്നാളിന് വാങ്ങിയ വസ്ത്രം ആ ഒരു ദിവസം മാത്രം എടുത്തു വെച്ച് പെരുന്നാളിന്റെ ദിവസമാകുമ്പോ തേച്ച് മിനുക്കിയിട്ട് പൗഡർ മുക്കിയിട്ട് പുതിയതുപോലെ ധരിക്കുന്ന പാവങ്ങളുണ്ട്. നമ്മളോ മാസം മാസം കല്യാണത്തിന് വേറെ വാങ്ങിയിട്ടുണ്ട്. ആ സാധുക്കളെ തെരഞ്ഞു പിടിച്ചിട്ട് അവരെ കുടുംബത്തിനൊരു കൂട്ടം വസ്ത്രം വാങ്ങിക്കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു ചെറിയ സംഭാവനയായിട്ടല്ല സ്വീകരിക്കുന്നത്, വലിയ സമ്പാദ്യമായിട്ടാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക. ഭക്ഷണം കഴിക്കാനാണെന്ന് ആരെങ്കിലും പറഞ്ഞൊരു കാശ് ചോദിച്ചാൽ, പടച്ചോനെ വിചാരിച്ച് നിങ്ങൾ വല്ലതും തരണേന്ന് ചോദിച്ചാൽ ഉടനെ കൊടുത്തേക്കണേ സഹോദരങ്ങളെ. കാരണം നമ്മളെ കയ്യിലുള്ളത് മൊത്തം നമ്മുടെ സ്വന്തം സമ്പത്തല്ല. ഒരാൾക്കും ഇവിടെ സമ്പത്ത് കൊണ്ടുപോകാൻ കഴിയില്ല. ഭൂമിയിലുള്ള മൊത്തം സ്വത്ത് അനന്തരം എടുക്കുന്നവൻ അല്ലാഹുവാണ്. ഇന്നാ നഹ്നു നരിസുൽ അർള വമൻ അലൈഹാ വഇലൈനാ യുർജഊൻ. ഭൂമിയെ അനന്തരമെടുക്കുന്നത് നമ്മളാണ്. നമ്മൾ തീർന്നാൽ നമ്മളെ മക്കളില്ലേ? അങ്ങനെ പരമ്പരകൾ മൊത്തം പറഞ്ഞോളൂ. ഒക്കെ തീർന്നാൽ പിന്നെ ആരെടുക്കും? ഈ സ്വർണം ആരാണ് എടുക്കുക? ഈ മുത്ത് ആരാണ് എടുക്കുക? ഇതിന്റെയൊക്കെ അവകാശം ആർക്കാണ്? നേരത്തെ ആരാണ് തന്നത്? അവനല്ലേ ഇപ്പോഴും അവകാശമുള്ളത്. ഇന്നാ നഹ്നു നരിസുൽ അർള വമൻ അലൈഹാ. ഭൂമി അനന്തരമെടുക്കുന്നത് നമ്മളാണ്. ഭൂമി ലോകത്തുള്ള സർവരെയും അനന്തരമെടുക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് ചോദിച്ചാൽ അങ്ങ് കൊടുത്തേക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖളിർ അലൈഹിസ്സലാം മഹാനവറുകൾ അള്ളാഹുവിന്റെ പൊരുത്തം വിചാരിച്ച വല്ലതും തരണേന്ന് പറഞ്ഞാൽ അപ്പ കൊടുക്കും. എന്താണോ കയ്യിലെടുത്ത് കൊടുക്കും. ഒരു ദിവസം ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ ഒന്നും കൊടുക്കാനില്ല. എന്തെങ്കിലുമൊക്കെ തരണം, പടച്ചോനെ വിചാരിച്ചു വല്ലതും തരണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചോദിച്ചാൽ കൊടുക്കാതിരിക്കുന്ന കറാഹത്താണ് ഹുക്കുമനുസരിച്ച്. വല്ലതും തരണം എന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൊടുക്കാനില്ലല്ലോ. അപ്പം ആ മഹാനുഭാവൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ചെയ്യും, എന്നെ ഒരടിമച്ചന്തയിൽ കൊണ്ടുപോയിട്ട് വിറ്റേക്ക്, കിട്ടുന്ന കാശ് നിങ്ങൾ എടുത്തോളൂ. എൻ്റെ കയ്യിലൊന്നും തരാനില്ല. ഈ വസ്ത്രം ഞാൻ ഊരിത്തന്നാൽ പിന്നെ ഞാൻ നഗ്നനായി പോകും. അതുകൊണ്ട് അതൊരു വിഷമല്ലേ, എന്നെ നിങ്ങൾ കൊണ്ടുപോയിട്ടേക്ക്. ഇത് ഖളിർ അലൈഹിസ്സലാമാണ് ചോദിച്ച ആൾക്കറിയില്ല. അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. മഹാനവറുകളെ വിൽപ്പന നടത്തി കിട്ടിയ കാശ് വാങ്ങി മുപ്പര് പോയി. അടിമയെ വാങ്ങാൻ വന്ന കൂട്ടത്തിൽ ഒരാള് ഖളിർ അലൈഹിസ്സലാമിനെ വാങ്ങിപ്പോയി. വാങ്ങിയ ആൾക്കും അറിയില്ലത് ഖളിർ അലൈഹിസ്സലാമാണ്. പുരേ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയിട്ട് അടിമക്കുള്ള പണിയൊക്കെ ഏൽപ്പിച്ചു. പക്ഷെ ഈ അടിമയിൽ എന്തൊക്കെയോ ഒരു പുതുമ കാണുന്നുണ്ട്. വീട്ടിലെ ഒരു സൗകര്യമുള്ള റൂമും ഈ അടിമ സ്വീകരിച്ചില്ല. പുറത്തുണ്ട് ഒരു പൊളിഞ്ഞ ചെറിയ ഒരു റൂം. നിങ്ങൾക്ക് എവിടെ താമസം വേണ്ടത്? എനിക്ക് ആ പൊളിഞ്ഞ ആ ആല മതി എന്ന് പറഞ്ഞു. അതല്ല, അത് രാത്രി നിങ്ങളെ വന്ന് ആരെങ്കിലും ശല്യം ചെയ്യും? ഇല്ലല്ല, അതാണ് നല്ലത്, ഞാൻ അവിടെ കിടന്നോളാം, നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കിടന്നോളൂ, കുഴപ്പമൊന്നുമില്ല എന്നോ. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ അത് വെറുതെ പറയായിരിക്കും എന്ന് കരുതി. കുറച്ച് കഴിഞ്ഞ് ആ ഉടമസ്ഥൻ ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ, ഇവിടെ ഒരു പണിയൊക്കെ ചെയ്യാനും നിങ്ങളെ ഏൽപ്പിച്ചാൽ ബുദ്ധിമുട്ടാകും. ഇല്ലല്ല, ഞാനൊക്കെ ചെയ്യും, നിങ്ങൾ എന്നെ ഏൽപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. കാണുന്ന കല്ല് ഇവിടേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ ഒക്കെ കൂടി കൊണ്ടുവന്ന് വെക്കണ്ട, കുറഞ്ഞ കല്ലുകൊണ്ടെന്ന് വെച്ചാൽ മതി. ഇവിടെ വലിയൊരു മതിൽ കെട്ടാനാണ്. അതിൽ നിന്ന് ഒരു കാൽ ഭാഗം കല്ല് കൊടുന്നു വെക്കണം. അദ്ദേഹം വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ 10 ആളി എടുക്കേണ്ട പണിയാണ്. ആ കല്ല് മൊത്തം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ യജമാനൻ ചിന്തിക്കണം, ഇതെന്താ സംഗതി? ഇതാരാണിപ്പോ? എന്താ ഇയാൾ ആരോഗ്യത്തിന്റെ മാറ്റം? ആ കല്ല് മൊത്തം ഒരാൾക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ പണി കൊണ്ട് എത്തിക്കാൻ കഴിയില്ലല്ലോ. എന്താ അത് ചെയ്തിരിക്കുന്നത്? ഇതറിയന്നെ വേണമല്ലോ. അങ്ങനെ മറ്റൊരു ദിവസം പോകുന്ന സമയത്ത് പറഞ്ഞു, ആ കല്ല് ഉപയോഗിച്ച് ഇവിടെ ഒരു മതിൽ കെട്ടണം, കുറഞ്ഞൊരു ഭാഗം നിങ്ങൾ കെട്ടിയാൽ മതി, ബാക്കി പിന്നെ അടുത്ത ആഴ്ച പിറ്റത്താഴ്ച അങ്ങനെ കെട്ടി പൂർത്തിയാക്കാന്ന് പറഞ്ഞു. അത് പറഞ്ഞ് കുറച്ച് അപ്പുറത്ത് പോയിട്ട് ഒന്ന് രഹസ്യമായിട്ട് നോക്കി എന്താ പതി ഏർപ്പാട് എന്നറിയാം. അപ്പോഴാണ് മനസ്സിലായത് ഒരു സാധാരണ ആളല്ല. കാരണം കല്ലങ്ങോട്ട് എടുത്ത് വെക്കുമ്പോഴേക്ക് വരി ലെവലാകാണ്. നമ്മളങ്ങനല്ലോ, വരി ലെവലാകണമെങ്കിൽ ആദ്യം ഒന്ന് പിടിക്കണം, പിന്നൊന്ന് കാർ അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ടൊന്ന് വലിച്ച് അതിൻ്റെ വാട്ടർ ലെവലൊന്ന് നോക്കി മറ്റേ ലെവലൊന്ന് നോക്കി എല്ലാ ലെവലും നോക്കണം, തേച്ച് റെഡിയാക്കി, അഥവാ ഒരു കുരുപ്പുണ്ടെങ്കിൽ ചെത്തി മിനുക്കി റെഡിയാക്കി ഒക്കെ വേണം. അല്ലെങ്കിൽ പിന്നെ പണി കിട്ടൂല. അപ്പം അത് ശരിയാക്കി പടുക്കണം.
ഇത് കല്ല് വെക്കുമ്പോഴേക്ക് മതിൽ റെഡിയാകും, അടുത്ത കല്ല് വെക്കുമ്പോഴേക്ക് മതിൽ റെഡിയാകും. അങ്ങനെ പെട്ടെന്ന് 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 വൈകുന്നേരം വന്നപ്പോൾ മതിലിന്റെ പണിയൊക്കെ കഴിഞ്ഞു. 20 ആളെ പണി ഒറ്റടിക്ക് ആ മതിൽ ഫുള്ളായിട്ട് പെടുത്ത്. അപ്പൊ പറഞ്ഞു, നിങ്ങൾ സത്യം ചെയ്ത് ഞാൻ ചോദിക്കുന്നു, നിങ്ങളോട് പറയണം നിങ്ങൾ ആരാണ്. ഞാൻ ആരാണെന്ന് പറയാം, പക്ഷേ നിങ്ങൾ എനിക്കൊരു വിഷയം ചെയ്തു തരണം. ആരാന്ന് പറഞ്ഞാൽ എന്നെ വിട്ടേക്കണം, എന്നെ നിങ്ങൾ സ്വതന്ത്രമാക്കി വിട്ടേക്കണം. വിട്ടേക്കോ? എന്നാ ഞാൻ ആരാന്ന് പറഞ്ഞുതരാം. നിങ്ങളെ വിട്ടേക്കാം, നിങ്ങൾ പറഞ്ഞോളൂ. അന ബല്യ ബിൻ മൽക്കാൻ, ഞാൻ ബല്യ ബിൻ മൽക്കാനാണ്. അപ്പോഴേക്ക് യജമാൻ പേടിച്ചുപോയി. നിങ്ങളാണോ ഖദർ അലൈഹിസ്സലാം? അതെ, ഞാനാണ് ഖദർ അലൈഹിസ്സലാം. എന്നോട് മാപ്പാക്കണം, നിങ്ങൾ എന്നോട് തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ ചെയ്തത് ശരിയല്ല. ഞാൻ അടിമയായിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു, നിങ്ങളെന്താ തെറ്റിയത്? നിങ്ങളോട് മാപ്പാക്കണേ, നിങ്ങളെന്താ തെറ്റ് ചെയ്യണ്ടേ? തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾ നല്ല തന്നെ ചെയ്തത്. നിങ്ങൾക്കൊരു അടിമയെ വേണം, ചന്തയിൽ എന്നെ കണ്ടു വാങ്ങിക്കൊണ്ടുവന്നു, എന്താ തെറ്റ്? ഞാനല്ലേ ചന്തയിലെത്തിയത്, നിങ്ങൾ എങ്ങനെ ചന്തയിലെത്തി? അപ്പോഴാണ് ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അടിമയാളല്ലേ എത്തേണ്ടത്, ഇത് അടിമയല്ലല്ലോ, ഇത് സ്വതന്ത്രനാണല്ലോ. സ്വതന്ത്രനായിട്ട് പോലും ആ സാധുവിന് ഒരു കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടിമയായി നിന്നുകൊടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നാലും സാധുക്കൾക്ക് കാശ് കിട്ടണമെന്നല്ലേ ചിന്ത. സുബ്ഹാനല്ലാഹ്, മഹാന്മാരൊക്കെ അങ്ങനെയാണ്. ഇത് പറഞ്ഞാൽ തീരൂല. സാധുക്കളോടൊപ്പം നിന്ന് സഹായിച്ചതാണ്. നമ്മുടെ ഈ പരിപാടിയുടെ ലക്ഷ്യവും സാന്ത്വനത്തിന്റെ ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട്. ധാരാളം ആളുകൾ സംഭാവന തന്നിട്ടുണ്ട്, ഇനിയും സംഭാവന തരണം. ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളൊരു വിഷയം മനസ്സിലാക്കിയിട്ട് ഖദർ അലൈഹിസ്സലാം ഈ സേവനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത ആ വീട്ടിൽ കൂടി അടിമയായിട്ടും പറഞ്ഞില്ലല്ലോ ഞാൻ ആരാണ്. ചോദിച്ചപ്പോ വിഷയം പുറത്തറിഞ്ഞപ്പോ, മഹാനവറുകളെ, നിങ്ങൾക്ക് ഞാൻ ഇവിടെ സുന്ദരമായൊരു വീട് കെട്ടിത്തരാം, നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾ എന്നെ സ്വതന്ത്രമാക്കി വിടുന്നല്ലേ പറഞ്ഞത്. നിങ്ങളെ ഞാൻ സ്വതന്ത്രമാക്കി, ഒരു തർക്കമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ പോകണ്ട, ഇവിടെ തന്നെ കൂടിക്കോളൂ. അതല്ല, എനിക്കിഷ്ടം ഞാൻ പോകലാണ്, നിങ്ങൾ എന്നെ ഒഴിവാക്കി തരണം. ആ യജമാനന് ദുആർന്ന് കൊടുത്ത് ഖദർ അലൈഹിസ്സലാം അവിടം വിട്ടു. അപ്പൊ ഒരടിമയായി നിന്ന് കൊടുത്തത് ഒരു പാവപ്പെട്ട മനുഷ്യൻ അള്ളാഹുവിനെ വിചാരിച്ച് വല്ലതും തരണേ എന്ന് പറഞ്ഞാലാണ്. അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ ശരീരം അടിമയായി നിന്നുകൊടുത്ത് വിൽപ്പന നടത്താൻ അവകാശം കൊടുത്തത്. ഇത് ചെറിയൊരു സംഭാവനയല്ലല്ലോ. അതുകൊണ്ട് സംഭാവന കൊടുക്കണം, പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുക്കണം, അവരെ കണ്ടറിയണം, അവരെ വിഷമങ്ങൾ പരിഹരിക്കണം. രോഗികളായി കഴിയുന്ന എത്രയോ പാവങ്ങളുണ്ട്, അവർക്ക് കാര്യമായി കൊടുക്കാനൊന്നുമില്ലാത്തതുകൊണ്ട് ട്രീറ്റ്മെന്റ് അവർ കുറച്ച് വെച്ചിരിക്കുകയാണ്. ആരോഗ്യത്തിന് വേണ്ടി അവർക്ക് കൊടുക്കണം. പഠിക്കാൻ മിടുക്കരായ എത്രയോ കുട്ടികളുണ്ട്, പക്ഷേ പഠിക്കാൻ ഉയരങ്ങളിലേക്ക് പോകാൻ അവർക്ക് കഴിവില്ല. എന്നാൽ കൊടുക്കുന്നതും വലിയ സംഭാവനയാണ്, വലിയ ദൗത്യമാണ്. അതേ രൂപത്തിൽ വീട് വെക്കാൻ വിഷമിക്കുന്നവർക്ക് വീട് വെച്ചു കൊടുക്കുക, കിണറില്ലാത്തവർക്ക് കിണർ കുഴിച്ചു കൊടുക്കുക, പഠനോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുക, ഇതൊക്കെ വലിയ സഹായമാണ്. വടിയില്ലാത്തവർക്ക് വടി വാങ്ങിക്കൊടുക്കുക, വെളിച്ചമില്ലാത്തവർക്ക് വെളിച്ചെത്തിച്ചു കൊടുക്കുക. വയറിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ വില കൂട്ടി നോക്കുമ്പോൾ കഴിയൂല. ഞാൻ വയറിങ് എൻ്റെ വക ചെയ്തു തരാം, കറണ്ട് നിങ്ങൾ ശരിയായിക്കോളി എന്ന് പറയാം. വയറിങ് ചെയ്തു തരാന്ന് പറഞ്ഞാൽ ചെറിയ സംഭാവന അല്ലത്. അയാൾ ആ ചെറിയ വീടാണെങ്കിൽ പോയിന്റൊക്കെ കൂട്ടി നോക്കുമ്പോൾ അതിന് തന്നെ വരും ഒരു 10,000 ചെറിയ വയറിങ്ങിന്. പക്ഷെ അത് ചെയ്തു കൊടുത്തു. എന്നേക്കും ആ വീട്ടുകാർക്കൊരു വെളിച്ചല്ലേ നൽകിയത്. അത് വലിയ സംഭാവനയാണ്, ചെറുതൊന്നുമല്ല. വടിയില്ലാത്ത ഒരാൾക്ക്, ബുദ്ധിമുട്ടായ ഒരാൾക്ക് വഴി സൗകര്യപ്പെടുത്തി കൊടുത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി റഅയ്തു റജലൻ യതഖല്ലബു ഫിൽ ജന്നത്തി, സ്വർഗ്ഗത്തിൽ ഇങ്ങനെ മാറി മറിഞ്ഞ് നടക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചത് ഫീ ഷജറത്തിൻ, ഒരു മരത്തിന്റെ കാര്യത്തിലാണ്. ഖത്അഹാ അൻ ളുഹ്രി ത്വരീഖ്, തടസ്സമായി വഴി തടസ്സമായി നിന്നൊരു മരം മുറിച്ചങ്ങ് മാറ്റി കൊടുത്തു. നല്ല വിലപിടിപ്പുള്ള മരം, പക്ഷെ അയാൾ നോക്കിയില്ല, ജനങ്ങൾക്കൊക്കെ ഒരു വഴി വന്നോട്ടേത്. മുറിച്ചു മാറ്റിയിട്ട് വഴി സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു. അക്കാരം കൊണ്ട് സ്വർഗത്തിലെത്തി. ഒരു പൊതു നന്മയാണത്. അതൊക്കെ ഏറ്റവും വലിയ ഉപകാരമുള്ളതാണ്. അതുകൊണ്ട് സമ്പത്ത് ചെലവഴിക്കുക എന്നത് നല്ലൊരു സ്വഭാവമാണ്. ധാരാളം അങ്ങനെ നല്ല വഴിക്ക് സമ്പത്ത് ചെലവഴിക്കുന്ന നല്ല മനുഷ്യന്മാരുണ്ട്. എത്രയോ പാവങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നവരുണ്ട്. അവർക്ക് വലിയ ഗുണം കിട്ടും. നിങ്ങൾ നോക്കുന്നത് വെറുതെ അല്ല, വലിയ ഗുണം കിട്ടും. അല്ലാഹു തആല സ്വതക്കകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. 7ാമത്തെ വിഷയം അല്ലായ സിരിഫ, ദുർവ്യയം ചെയ്യാതിരിക്കലാണ്. അനാവശ്യ മാർഗത്തിൽ ഒരൊറ്റ കാശ് പോലും, ഒരു ചെറിയ പൈസ പോലും ചെലവാക്കാതിരിക്കലാണ്. വലാ തുബദ്ദിർ തബ്ദീറാ,
ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ദുർവ്യയം ചെയ്യരുത്, ദുർവ്യയം ചെയ്യുന്നവർ പിശാചിന്റെ കൂട്ടാളികളാണ്. ദുർവ്യയം ചെയ്യരുത്, ആവശ്യത്തിൽ അധികമായിട്ട് വെറുതെ തൊലക്കരുത്. മദീനത്തുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബത്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്വഹാബിന്റെ വീടിന്റെ മേലെ വലിയൊരു കുബ്ബ കണ്ടു. മക്ബറക്ക് കുബ്ബ ഉണ്ടാകും അല്ലേ, അത് ബഹുമാനത്തിനാ. മദീനയിലെ കണ്ടില്ല ഖുബ്ബത്തുൽ ഖദറ. ഇനിയും ഇനിയും അത് കാണാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എത്ര വലിയ സന്തോഷാണ്. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ഖബറിന്റെ മേലെ കുബ്ബുണ്ട്, മിസ്റിൽ പോയാൽ കാണാം. അങ്ങനെ ധാരാളം മഹത്തുക്കളുണ്ട്. പള്ളിക്കുണ്ടാവും കുബ്ബ അല്ലേ, ഒരു ബഹുമാനാർത്ഥം. വീടിന്റെ മേലെ കുബ്ബ കണ്ടപ്പോൾ തങ്ങൾ വെച്ചു, വീടിനെന്തിനാ കുബ്ബ, വീടിനെന്തിനാ കുബ്ബ എന്ന് ചോദിച്ചു. വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് ആ സ്വഹാബി നബിതങ്ങളെടുത്ത് ഒന്ന് സലാം പറഞ്ഞു. സലാം അടക്കിയില്ല. ഭയങ്കര ടെൻഷനോടെ പുറത്തിറങ്ങിയപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ഇന്ന് ലുഹാന്റെ നേരത്ത് മദീനയോട് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളെ പുര കണ്ടു, പുരന്റെ മേലെ കുബ്ബ കണ്ടപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, കുബ്ബ എന്തിനാണ് ചോദിച്ചു. ആ അതന്നെ എന്നാ സംഗതി, സലാം അടക്കാത്തത്. ഉടനെ പോയി കുബ്ബ പൊളിച്ചു. കുബ്ബ പൊളിച്ചിട്ടാ നബിയെ ഞാൻ വരുന്നത്, അസ്സലാമു അലൈക്കും. നബിതങ്ങൾ സലാം മടക്കി. നിങ്ങൾ നോക്ക്, ആവശ്യമില്ലാതെ കാശ് ചെലവഴിച്ചപ്പോൾ എന്തൊരു എതിർപ്പാണ്. അത് ഒന്നല്ല, ധാരാളം വിഷയങ്ങളുണ്ട്. ഞാനത് നീട്ടിപ്പരത്തി പറയല്ല. നിഷിദ്ധമായ ഒരൊറ്റ മാർഗത്തിലും സമ്പത്ത് പോകരുത്. വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും ആഖിറത്തിൽ. കൊടുത്താൽ കൊടുക്കാൻ എന്തെങ്കിലും നമ്മളെ കയ്യിൽ വേണ്ടേ? അനാവശ്യ രംഗങ്ങളിലേക്ക് കാശ് പോകരുത്. സുബ്ഹാനല്ലാഹ്, അതിനെപ്പറ്റി വലിയ ചോദ്യമുണ്ട്. നിറയെ സമ്പത്ത് അല്ലാഹു നൽകിയിട്ട് ദൂർത്തടിച്ച് നടന്നിട്ട് നിയമം പറഞ്ഞ് കേൾക്കാതെ ഭൂമിന്റെ അടിയിലേക്ക് ഭൂമി വീങ്ങിയ പോയ ആളല്ലേ ഖാറൂൻ. സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചു പോയി. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പറഞ്ഞ നിയമം കേട്ടില്ല. അതിനെ ലംഘിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനെ അപമാനിച്ചു. മൂസാ നബി അലൈഹിസ്സലാമിനെ ജനമധ്യത്തിൽ താറടിച്ചു. ഇതൊക്കെ സമ്പത്തിന്റെ പേരിൽ ചെയ്തതാണ്. അതുകൊണ്ട് സമ്പത്ത് ദുരുപയോഗം ചെയ്യരുത്, ദൂർത്തടിക്കരുത്. ആവശ്യമില്ലാത്ത ഒരു വിഷയത്തിലും കാശ് കളയരുത്. ആവശ്യത്തിന് എത്ര കളഞ്ഞാലും അത് വെറുതെയാകൂല, അത് നല്ലതാണ്. നല്ല മാർഗത്തിലല്ലേ അതിന് വലിയ ഫലം ലഭിക്കുകയും ചെയ്യും. ആവശ്യമില്ലാത്ത അർത്ഥത്തിൽ കാശ് കളയരുത്. അത് ധാരാളം മേഖലകൾ ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. ഒരു മനുഷ്യൻ അയാള് സുഖിക്കാൻ വേണ്ടി, സുഖസൗകര്യത്തിന് വേണ്ടി ധാരാളം സംഗീതോപകരണങ്ങൾ വാങ്ങി. അതും ആവശ്യമില്ലാതെ കാശ് ചെലവാക്കുന്നതിൽപ്പെട്ടതാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു. ഞാൻ മരിച്ചാൽ നിങ്ങളൊക്കെ വന്ന് അവിടെ പൊട്ടിക്കരയണമെന്ന് പറഞ്ഞിട്ട് മരിക്കുന്നതിന് മുമ്പ് തന്നെ കുറെ പെണ്ണുങ്ങളെ കാശ് കൊടുത്ത് ഏൽപ്പിച്ചു. ഇതൊരു ദുരുപയോഗമാണ്. ഉദാഹരണം പറഞ്ഞ, ഞാൻ മരിച്ചാൽ ഞങ്ങളൊക്കെ വന്ന് കരയണം, നിനക്കെത്ര വേണ്ടി? ഞാനൊക്കെ പൊട്ടിക്കരയണമെങ്കിൽ 10,000 വേണമെന്നാണ് ഒരാൾ. വേറൊരാൾ പറഞ്ഞു 7,000 വേണം, വേറെ 8,000 വേണമെന്നാണ്. ഇവരൊക്കെ വന്ന് കരയുമ്പോൾ സംഭവം ബഹുലാവൂലേ? അങ്ങനെ അതിനു വേണ്ടി നേരത്തെ ഏൽപ്പിക്കുക ദുരുപയോഗമാണ്. ഇങ്ങനെ തുടങ്ങി ധാരാളം വിഷയങ്ങളിലുണ്ട്. അങ്ങനെ വരാൻ പാടില്ല, നമ്മൾ സൂക്ഷിക്കണം. ഒരാൾ ഓടിക്കാൻ വേണ്ടി വാഹനം വാങ്ങി, ദുരുപയോഗമല്ല, അത് ആവശ്യത്തിനാണ്. അയാൾക്കും കുടുംബത്തിനും താമസിക്കാൻ ഒരു പാകത്തെ വീട് വെച്ചു, അത് ദുരുപയോഗ, അത് ആവശ്യത്തിനാണ്. എല്ലാവർക്കും ഒരുപോലത്തെ വീട് മതിയാവില്ല. കാരണം ചില വീട്ടിൽ 10 അംഗങ്ങളുണ്ടാവും, ചില വീട്ടിൽ 15 അംഗങ്ങളുണ്ടാവും. ചില വീട്ടിൽ ആളുകളൊക്കെ വന്നാൽ പിന്നെ വേറെ എവിടെക്കെങ്കിലും പോയി കിടക്കേണ്ടി ബുദ്ധിമുട്ടാവില്ലേ? അപ്പോൾ ഈ സ്കൂൾ ലീവിനൊക്കെ മറ്റുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ വരും. ആര്? പുറത്ത് കെട്ടിച്ചയച്ച് വിട്ട പെങ്ങന്മാരും കുട്ടികളൊക്കെ. ഓരോരുത്തരുടെ കൂടെ 3 ആൾക്കാരുണ്ടെങ്കിൽ അതിന് ഇത്ര സ്ഥലം വേണം. അപ്പം അതിന് കുറച്ച് വിശാലപ്പെടുത്തിയിട്ട് അത്യാവശ്യം പാകപ്പെടുത്തി ഉണ്ടാക്കി. അതൊരു മോശമല്ല, അത് ആവശ്യത്തിനാണ്. അല്ലെ പിന്നെ അവരവിടെ കൊണ്ടുപോയി കിടത്തും തോട്ടത്തിലോ? അവർക്ക് കിടക്കാൻ സ്ഥലം വേണ്ടേ? അപ്പം അതിന് സൗകര്യപ്പെടുത്തിയൊക്കെ ഉണ്ടാക്കി. ഞാൻ മുമ്പ് എറണാകുളത്ത് പോയപ്പോൾ അവിടെ ഒരാൾ വലിയ വീടുണ്ട്, സൗകര്യമുള്ള വീടാണ്. ആ വീട്ടിൽ ഒരു റൂമുണ്ട്. അപ്പം അയാൾ അത്യാവശ്യത്തിന് നല്ല സമ്പന്നമായ വ്യക്തിയാണ്. അപ്പം എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ ഈ ഒരു റൂം ഉണ്ടാക്കിയത് കുട്ടികൾക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല, അവർക്കൊക്കെ സെപ്പറേറ്റ് ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചത് അധികാവൂലേ? അധികാവൂല. ഇതിവിടെ
വന്ന് കുടുങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചിലപ്പം ചിലർ ട്രെയിൻ കിട്ടാതെ കുടുങ്ങും, ചിലരിവിടെ ഹോസ്പിറ്റലിലും മറ്റും വന്നിട്ട് റൂമില്ലാതെ കുടുങ്ങും. അവർക്കൊക്കെ കിടക്കാൻ സൗകര്യത്തിനാണ് ഈ റൂം. അത് വെറുതെ ആകൂല, നല്ല കൂലി കിട്ടുന്നതിന്. 1 രൂപ വാടക വാങ്ങാതെയാണ് സഹായം ചെയ്യുന്നത്. എത്ര ആൾ കുടുങ്ങിപ്പോകും. എല്ലാവർക്കും എല്ലായിടത്തും കിടക്കാൻ പറ്റുമോ? കിടന്നാൽ തന്നെ ചിലർക്ക് ഉറക്കം വരുമോ? അപ്പോൾ ഒരു ശരീരത്തിനുള്ള ഒരു സുഖല്ലേ, ആരോഗ്യത്തിന് വേണ്ടതല്ലേ ഉറക്കം. ആ ഉറക്കിനൊരു സൗകര്യപ്പെടുത്തി കൊടുത്ത് ചെറിയ സൗകര്യമില്ല. ഞാൻ പറഞ്ഞു ഇത് ഊർത്താകൂല, അതിന് നല്ല കൂലി കിട്ടും. കാരണം നിങ്ങൾ ഉദ്ദേശിച്ചത് കുറേ റൂമുണ്ടായിട്ട് ഇങ്ങനെ അഹങ്കരിക്കാന്നുള്ളതല്ല, അത് ഉപയോഗപ്പെടുത്താനുള്ള മാർഗമല്ലേ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ റൂമിൽ 2 ദിവസം കൂടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഈ റൂമിൽ ഒരു ഭാര്യയും ഭർത്താവാണ് താമസിച്ചിരുന്നത്. അപ്പം അവരെന്താ സംഗതി, അവർ ഒരു കുടുംബത്തെ അന്വേഷിച്ച് വന്നാണ്. ആ കുടുംബക്കാരിവിടെ ഉണ്ടായിരുന്നു മുമ്പ്. പക്ഷെ അവരിവിടെ എത്തുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് കുടുംബക്കാർ വേറൊരു ഭാഗത്തേക്ക് പോയി. അപ്പൊ അവിടേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഇനിയും ഒരുപാട് പോകണം എന്ന് കരുതിയിട്ട് അവരിവിടെ വിശ്രമിച്ചു 1 ദിവസം. അങ്ങനെ വിശ്രമിച്ചു പോയതാണ്. അങ്ങനെ കുടുങ്ങുന്ന ആൾക്കാരില്ലേ, അവർക്കൊക്കെ ഒരു സഹായത്തിന് എത്ര സ്ഥലത്ത് കാണാം അങ്ങനെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തത്, ധാരാളം കാണാം. ചില സ്ഥലങ്ങളിലൊക്കെ വിശ്രമിക്കാൻ വേണ്ടി, യാത്രക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടി സൗജന്യമായി ഉണ്ടാക്കിയ സ്ഥലങ്ങൾ കാണാം. ഒരാളുണ്ടാക്കിയത് യാത്രക്കാർക്ക് വിശ്രമിക്കാൻ, അവരെ വസ്തുക്കളൊക്കെ വെച്ച് അവർക്ക് ഇടക്കൊന്ന് വിശ്രമിക്കാൻ, 1 ദിവസം 2 ദിവസമൊക്കെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി. വലിയ ഉപകാരമല്ലേ അത്. കാരണം നീണ്ട യാത്ര തുടരെ എല്ലാവർക്കും കഴിയൂല. അപ്പൊ ഒന്ന് വിശ്രമിച്ച് പോയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് സിയാറത്ത് കേന്ദ്രങ്ങളിലൊക്കെ പലയിടത്തും കാണാം. അങ്ങനെ ദിക്ർ ചൊല്ലാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ദിക്ർ ഖാന കാണാം. കാൽപട്ടണത്ത് പോയാൽ അവിടെ വലിയൊരു ദിക്ർ ഖാനുണ്ട്. ദിക്ർ അല്ലാനേ പറ്റുള്ളൂ, വേറെ ഒന്നിനും സംഭവിക്കില്ല, ഉറങ്ങാനും സംഭവിക്കില്ല. ദിക്ർ ചൊല്ലിയാൽ പോരാ. പക്ഷെ നല്ല റാഹത്താണ് അതിൻ്റെ ഉള്ളിൽ ദിക്ർ ചൊല്ലാൻ. അത് ഒരാൾ വഖഫ് ചെയ്ത് ദിക്ർ എല്ലാം വേണ്ടി ഉണ്ടാക്കിയത്. വലിയൊരു കെട്ടിടം. ഒരു 100 ആൾ 150 ആൾ പോയാലും സുഖമായിട്ട് ദിക്റല്ല. അതിനത്ര വലിയ കൂലിണ്ടാവും. സമ്പത്തില്ല ചെലവഴിച്ച് ദൂർത്തല്ല, ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കണം. അനാവശ്യകരമായിട്ടൊന്നും ചെലവഴിക്കരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 8ാമത്തൊരു കാര്യം, സ്വന്തത്തിനൊരു നിലക്കും അഹങ്കാരം സ്വീകരിക്കരുത്. ഞാനൊരു വലിയ ആളാകണം എന്നൊരു താല്പര്യം ഉണ്ടാകരുത്. എന്ന് പറഞ്ഞാൽ പുരോഗതി ആഗ്രഹിക്കരുത് എന്നല്ല. പുരോഗതി ഓരോരുത്തരും ആഗ്രഹിക്കും. ഞാനൊരു വലിയ ആളാണ് എന്നുള്ള നിലപാട് വേണ്ട. അപ്പൊ മറ്റുള്ളവരൊക്കെ ചെറിയവരാണ് തോന്നിപ്പോകും. മറ്റുള്ളവർ എന്നെക്കാളും എത്രയോ അറിവുള്ളവരാണ്. ഈ കൂട്ടത്തിൽ അങ്ങനെ എത്ര അറിവുള്ളവരുണ്ട്. നമ്മളെക്കാളും ധാരാളം സ്ഥാനമുള്ളവരുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നവരുണ്ട്. അപ്പൊ സ്വമേധയാ പൊങ്ങച്ചം കാണിക്കരുത്. അതാണ് ഖുർആൻ പറഞ്ഞ തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദാ. പാരത്രിക ലോകത്തെ ഭവനം അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഭൂമിയിൽ ധിക്കാരം ഉദ്ദേശിക്കാത്തവർക്കാണ്. വലാ ഫസാദാ, കുഴപ്പം സൃഷ്ടിക്കാനും ഉദ്ദേശമില്ല. നല്ല നിലക്ക് സഹകരിച്ച് സ്നേഹത്തോടെ ജീവിക്കുക. വേറൊരാളെ അഭിമാനം ക്ഷയപ്പെടുത്താനോ ക്ഷതമാക്കാനോ അയാളില്ല. അയാൾ എല്ലാവരോടും സ്നേഹത്തോടെ സഹവർത്തിത്തോടെ ജീവിക്കാനാണ്. ആരെയും ആക്രമിക്കാനും ഇല്ല. അങ്ങനെ ഒരു അഹംഭാവമോ അഹന്തയോ ഇല്ലാതെ ജീവിക്കുന്ന നല്ലവർക്കാണ് അല്ലാഹു തആല പാരത്രിക ലോകത്തെ ഭവനം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ ആയത്തും ഖാറൂനിന്റെ വിഷയത്തിൽ ഇറങ്ങിയതിന്റെ ബാക്കിയിൽ വന്ന ആയത്താണ്. ഖാറൂൻ നല്ല വിവരസ്ഥനായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബിയും കഴിഞ്ഞാൽ തൗറാത്ത് കൊണ്ട് നല്ല വിവരമുള്ള ആളാണ് ഖാറൂൻ മുതലാളി. അത് വായിക്കാനും അത് പഠിക്കാനും അത് പറഞ്ഞു കൊടുക്കാനും കഴിവുള്ള ആളാണ്. പക്ഷേ ധിക്കാരം മൂർച്ച കൂടി പോയി. ജനങ്ങൾ ഖാറൂനോട് പറഞ്ഞു, ഖാറൂനെ, നിനക്ക് അല്ലാഹു തആലയാണ് ഈ സമ്പത്തൊക്കെ തന്നത്. അതുകൊണ്ട് അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, അല്ലാഹു തആല ഔദാര്യം ചെയ്തതുപോലെ നീ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണം. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർളി, ഭൂമിയിൽ അക്രമം ചെയ്യരുത്, കുഴപ്പമുണ്ടാക്കരുത്. അത് അല്ലാഹു ഒരു നിലക്കും തൃപ്തിപ്പെടൂല, റബ്ബ് ശിക്ഷിക്കും. ഹാറൂൻ പറഞ്ഞെന്താ അറിയോ? കിബറിന്റെ വർത്തമാനം. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, സമ്പത്തൊക്കെ എന്റെ വിവരം കൊണ്ട് കിട്ടിയതാണ്. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എനിക്ക് വലിയ വിവരമുണ്ട്, ആ വിവരം അനുസരിച്ച് എനിക്ക് കിട്ടിയതാ, ഞാൻ സമ്പാദിച്ചതാണ്, അല്ലാഹു തആല തന്നതാന്നുള്ളത് പറ്റ മറന്നു. അപ്പോഴാണ് അല്ലാഹു ചോദിച്ചത്, അവലം യഅലം അന്നല്ലാഹ ഖദ് അഖ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി
മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതൻ വഅക്സറു ജംആ, ഇവനെക്കാളും ആൾബലമുള്ള കൈകരുത്തുള്ള എത്ര പേരെ അല്ലാഹു തആല ഇതിനു മുമ്പ് ശിക്ഷിച്ചിട്ടുണ്ട്, അതിവൻ അറിഞ്ഞിട്ടില്ലയോ? അതുകൊണ്ട് അങ്ങത്തെ പൊങ്ങച്ചം കാണിച്ച് അഹങ്കാരം കാണിച്ച് മൂസാ നബി അലൈഹിസ്സലാമിനെ താറടിക്കാൻ വേണ്ടി നിന്നപ്പോ ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള, അവനെയും അവന്റെ കൊട്ടാരത്തെയും നമ്മൾ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. എത്ര സംഘശക്തി ഉണ്ടായിരുന്നു, ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റിയോ? ആർക്കെങ്കിലും കൈപിടിക്കാൻ പറ്റിയോ? ഭൂമി അങ്ങ് അടിയിലേക്ക് വലിച്ചു കളഞ്ഞു. അവന്റെ സമ്പത്ത് പിൽക്കാലത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് അവനോടൊരു അനുകമ്പ ആർക്കും തോന്നരുത് എന്ന് കരുതിയിട്ടല്ലേ അവന്റെ കൊട്ടാരമടക്കം അല്ലാഹു തആല ഭൂമിയിലേക്ക് ആഴ്ത്തിയത്. ഒന്നും പുറത്ത് ബാക്കി വെച്ചില്ലല്ലോ. തലേ ദിവസം അവന്റെ കൂടെ നിന്നിരുന്ന ആളുകൾ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ താക്കീത് കേട്ടിട്ട് മടങ്ങിയ ആളുകൾ, പിറ്റേ ദിവസം ആ സ്ഥലത്ത് വന്നിട്ട് അവർ പറയാണ്, ലൗലാ അമ്മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ, അല്ലാഹ് നമ്മക്ക് വലിയ അനുഗ്രഹം ചെയ്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ല, ഖാറൂന്റെ കൂടെ ഒരു സീറ്റും പ്രതീക്ഷിച്ച് നമ്മൾ നിന്നിരുന്നെങ്കിൽ നമ്മളെയും ഭൂമി ആഴ്ത്തിക്കളയുമായിരുന്നു. ഖാറൂന്റെ കൂടെ നിൽക്കണ്ടോ, മാറിക്കോളി, ഭൂമി ഇപ്പൊ വിഴുങ്ങാൻ പോകാണ് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു. അപ്പൊ കുറച്ചാൾക്കാർ കൂടെ തന്നെ നിന്നു. ജയിച്ച ഏതായാലും ഉറപ്പാ ഖാറൂന്റെ കൊട്ടാരത്തിൽ ഒരു റൂം എങ്ങനെയും കിട്ടും, ഒരു ജോലി എങ്ങനെയും കിട്ടും. മുങ്ങിപ്പോയി, തായോട്ട് താന്നുപോയി. ഖിയാമത്ത് നാൾ വരെ താന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? എത്ര കടുപ്പപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് കിബർ വരാൻ പാടില്ല, വലിയർത്താനം വരാൻ പാടില്ല, നല്ലോണം സൂക്ഷിക്കണം. കിബർ തോന്നാൻ പാടില്ല. എന്തിൻ്റെ പേരിലും കിബർ വരാൻ പാടില്ല. കിബർ വലിയ വിഷയമല്ലേ? ഇബ്ലീസിനെ അക്കോലത്തിലേക്ക് മറിച്ചത് കിബറല്ലേ സഹോദരങ്ങളെ? വലിപ്പം തോന്നിയതല്ലേ ഇബ്ലീസിന്, ഞാനാണ് വലിയ ആള്. അതുകൊണ്ട് അങ്ങനെ തോന്നാൻ പാടില്ല. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ മിസ്കീന്മാരായ അടിമകളാണ്. അള്ളാഹു നമുക്ക് ഖൈറേറ്റി തരട്ടെ. 9ാമത്തെ അടയാളം അൽ മുഹാഫളതു അലസ്സലവാത്തിൽ ഖംസ്, 5 നിസ്കാരങ്ങളിൽ പതിവായി ശ്രദ്ധിക്കുക. 5 ഫർള് നിസ്കാരങ്ങൾ പതിവായി ശ്രദ്ധിക്കുക, ഒന്നും വിടാൻ പാടില്ല. അള്ളാഹു അങ്ങനെ പതിവായി ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. ഹാഫിളു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ, എപ്പോഴെങ്കിലും നിസ്കരിക്കാനല്ല, പതിവായി നിസ്കരിക്കാനാണ്. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഒക്കെ ഉണ്ടായിട്ട്, പ്രായപൂർത്തിയും ബുദ്ധിയും പകതിരിവൊക്കെ വന്നിട്ട് സഹോദരങ്ങളെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ പരിഗണിക്കാതിരിക്കരുത്. അകാരണമായി നിസ്കാരം കൈയൊഴിക്കരുത്. എന്ന് പറഞ്ഞാൽ അകാരണമായി എന്ന് പറഞ്ഞാൽ ഒരു കാരണം ഇപ്പുറത്തുണ്ടല്ലോ. ഉറക്ക് അനിയന്ത്രിതമായി ഉറക്ക് വന്നിട്ട് നിസ്കാരം ഖളായി പോയി, നിസ്കരിച്ചത് വീട്ടണം, അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടൂല. എന്നും അങ്ങനെ 7 മണിക്ക് 8 മണിക്ക് എണീറ്റ് സുബഹി നിസ്കരിക്കുന്നതിനെ പറ്റിയല്ല, അതോന്റെ പതിവാണ്, അത് പതിവ് മാറ്റണം, അതിൽ കൂട്ടൂല. അതേ സമയത്ത് എന്നും അതായി നിസ്കരിക്കുന്ന ആള് അയാൾക്ക് എന്താണെന്നറിഞ്ഞുപോയില്ല, അയാളങ്ങ് ഉറക്കിൽ പെട്ടുപോയി, അല്ലെങ്കിൽ വിളിച്ചിട്ട് അറിഞ്ഞില്ല, അല്ലെങ്കിൽ മറ്റു രൂപത്തിലൊന്നും അറിഞ്ഞില്ല, ഖളാ വിട്ടിയാൽ മതി, അല്ലാഹു ശിക്ഷിക്കൂല. മറ്റൊന്നുള്ളത് മറതിയാണ്. പ്രായം കൂടുതലാകുമ്പോഴോ സന്തോഷം കൂടുതലാകുമ്പോഴോ ടെൻഷൻ കൂടുതലാകുമ്പോഴോ ഒക്കെ മറതി വരും. മറന്നുപോയി നിസ്കരിച്ചാൽ മതി, ആ വിഷയത്തിൽ ശിക്ഷയില്ല. അതേ സമയത്ത് നമ്മുടെ മറ്റു കാരണങ്ങളൊന്നും ഇതിന് കാരണമല്ല. രോഗം നിസ്കാരം പിന്തിക്കാനുള്ള കാരണം അല്ല. ആരോ മരിച്ചു, ആരോ ജനിച്ചു, അല്ലെങ്കിൽ ഭാര്യ പ്രസവിച്ചു, മക്കള് പ്രസവിച്ചു, അതൊന്നും നിസ്കാരം പിന്തിക്കാനുള്ള കാര്യമല്ല. വേറെ ഒന്നും കാരണമായി കൂട്ടൂല. പഠനവും അധ്യാപനവും കാരണമല്ല. നിസ്കാരം വളരെ പതിവായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഒരു നിലക്കും അതിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോകരുത്. അതുകൊണ്ടല്ലേ നിസ്കാരത്തിന്റെ വിഷയം പറഞ്ഞെടുത്ത് മാത്രം അല്ലാഹു തആല അതേ ആ ഒരു ശൈലിയിലല്ലേ ഖുർആനിലൂടെ പറഞ്ഞത്. നിസ്കരിക്കൂ എന്നതിന് സ്വല്ലു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ നിസ്കരിക്കൂ, നിങ്ങൾ നിസ്കരിക്കൂ, അത് പറയുന്നതിന് പകരം അഖീമുസ്സലാ അല്ലദീന യുഖീമൂനസ്സലാ അഖിമിസ്സലാത ലിദിക്രി, ഈ ശൈലി തന്നെ പറയാൻ കാരണം ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നിസ്കാരം എന്ന് പറയുന്നത് കൃത്യമായും നിത്യമായും ഉള്ള നിസ്കാരത്തിനാണ് നിസ്കാരം എന്ന് പറയുന്നത്.
അതിനാണല്ലോ കാര്യമായിട്ടുള്ള പരിഗണനയും. അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിലുള്ള ശ്രദ്ധ മറക്കരുത്. എപ്പോഴും നമ്മൾ ആ വിഷയം നല്ലോണം പരിഗണിക്കുന്നവരാകണം, നല്ലോണം ശ്രദ്ധിക്കുന്നവരാകണം. എല്ലാവരും സംഭാവന കൊടുക്കണം. സംഭാവന ബക്കറ്റ് വരുന്നുണ്ട്, അതിനെ വേണ്ട രൂപത്തിൽ എല്ലാവരും നന്നായി പരിഗണിക്കണം. എല്ലാവരും കൊടുക്കി സംഭാവന. കവർ കൊണ്ടുവന്നവരൊക്കെ ബക്കറ്റിലിടണം. അൽ മുഹാഫളത്തു അല സ്വലവാത്തിൽ ഖംസ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ച കൊടുക്കാത്ത വിഷയമാണ് നിസ്കാരം. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെ ജീവിതത്തിൽ നിസ്കാരം ഒഴിവായി പോയതുണ്ടെങ്കിൽ ആ നിസ്കാരം നമ്മൾ മടക്കണം, അത് വീട്ടണം. കാരണം എന്തേ? നിസ്കാരത്തിന്റെ വിഷയത്തിൽ അത്രയും വലിയ ശ്രദ്ധ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനൊരു പരിഹാരം വേറെ നിർദ്ദേശിച്ചിട്ടില്ല, നമ്മൾ വീട്ടുകയല്ലാതെ. ഹജ്ജ് അങ്ങനെയല്ലല്ലോ. ഹജ്ജ് നിർബന്ധമായിട്ട് നിർവഹിക്കാതെ ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സമ്പത്തെടുത്ത് വേറെ ആരെങ്കിലും ഒന്ന് നിർവഹിച്ചാൽ ആ ബാധ്യത വീടും. നോമ്പ് നോൽക്കാതെ പോയ ആളാണെങ്കിൽ സമ്പത്തെടുത്ത് പകരം മുദ്ദ് കൊടുത്താൽ, ഫിദിയ കൊടുത്താൽ അത് വീടും. സക്കാത്ത് കൊടുക്കാത്തവന്റെ സക്കാത്ത് കൊടുത്താലും വീടും. നിസ്കാരം അങ്ങനെ പരിഹരിക്കപ്പെടുന്ന വിഷയം അല്ല. അതുകൊണ്ട് പ്രബല അഭിപ്രായ പ്രകാരം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിസ്കാരം നമ്മൾ തന്നെ നിർവഹിക്കണം. കഴിവിന്റെ പരമാവധി സമയം അതിനു വേണ്ടി ചെലവഴിക്കണം, നീക്കണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. ഒരു ഘട്ടത്തിലും അത് ഒഴിവായി പോകൂല. ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം നിസ്കാരം ദായിമായി നിലനിർത്തണം. ബുദ്ധിയില്ലാത്ത കാലത്താണെങ്കിൽ പിന്നെ തക്ലീഫില്ല. മറ്റു കാലങ്ങളിലൊക്കെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നന്നായി ശ്രദ്ധിക്കണം. റമളാനു ഷരീഫിൽ നിസ്കാരം കറക്റ്റായി നിർവഹിക്കാൻ പ്രതിജ്ഞയെടുത്ത് കഴിവിന്റെ പരമാവധി നിസ്കാരങ്ങൾ ഖളാ ഉള്ളവർ അത് മടക്കി ഒരു നിസ്കാരവും പെരടിയിൽ ബാക്കി വെക്കാതെ പിരിഞ്ഞു പോകാൻ കഴിയണം. മഹത്തുക്കളൊക്കെ ആ വിഷയത്തിൽ വലിയ സന്തോഷം കൊണ്ടവരാണ്. എന്റെ ജീവിതകാലത്ത് നിസ്കാരം ഒരു വക്ത് പോലും ഖളാ ആയി പോയിട്ടില്ല എന്ന് പറഞ്ഞ മഹാരഥന്മാരെത്രയുണ്ട്, ധാരാളം മഹാന്മാരുണ്ട്. നിസ്കാരത്തിന്റെ മഹത്വമാണ് അവരാ പഠിപ്പിച്ചത്. കാരണം എന്തേ? പതിവായി നിസ്കരിക്കുന്നവന്റെ നിസ്കാരം കൊണ്ട് വലിയ ഗുണമുണ്ട്. ഹദീസിൽ പറഞ്ഞില്ലേ, മൻ ഹാഫള അലൈഹാ, പതിവായി നിസ്കരിക്കുന്നവനാണ്, ഒരൊറ്റ വക്തും ഖളാ ആകാതെ കൊണ്ട് നടക്കുന്നവനാണ്. കാനത് ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ യൗമൽ ഖിയാമ, ആ നിസ്കാരം അവന് പ്രകാശമാകും, അവന് വലിയ പ്രമാണമാകും, അവന് വലിയ രക്ഷയാകും. നിസ്കരിക്കാതെ ജയിക്കാൻ പറ്റൂല. അതാണ് ഏത് വിഷയങ്ങൾ പറയുമ്പോഴും നിസ്കാരം അതിൽ കടന്നു വരും. ഇതിപ്പോ നമ്മൾ 10 എണ്ണിയതാണ്. ഇനി വേറെ ഏതെങ്കിലും ഒരു അടയാളം, മുഅ്മിനീങ്ങളെ പറ്റിയുള്ള അടയാളം ഖുർആൻ എവിടെ പറഞ്ഞിട്ടോ നിസ്കാരം പറയാത്തൊരൊറ്റ സ്ഥലവുമില്ല. നിസ്കാരം മുഅ്മിന്റെ അടയാളത്തിൽ നിന്നൊരു നിലക്ക് ഒഴിവാകൂല. അതത്രയും കണിശതയുള്ളൊരു കാര്യമായിട്ട് തന്നെ കരുതണം. പഴയ കാലത്ത് നമ്മൾ പ്രായപൂർത്തിയെത്തിയതിനു ശേഷം ഖളാ അതൊക്കെ ഒന്ന് ആലോചിച്ചെടുക്കുക. എന്നിട്ടൊക്കെ പൂർത്തീകരിച്ച് വീട്ടാനുള്ള തൗഫീഖിനും ദീർഘായുസ്സിനും ദ്വാരക്കുക. കഴിവിന്റെ പരമാവധി എങ്ങനെ പൂർത്തീകരിക്കുക. വേറൊരു മാനദണ്ഡം കൊണ്ടത് പൊറുക്കൂല. മരണപ്പെട്ടു പോയിട്ട് മക്കള് ഒരു 2-3 ലോറിയിൽ ഒന്നായിട്ട് കൊണ്ടുവന്ന് അരി വിതരണം ചെയ്തു എല്ലാവർക്കും. സ്വതക്കന്റെ കൂലി വേറെ ഉണ്ടാകും, നിസ്കാരത്തിന് വേറെ ഭാഗത്തുണ്ടാവും. നിസ്കാരം അതുകൊണ്ട് മാറ്റം കിട്ടൂല. വളരെ കണിശനമായിട്ട് തന്നെ നിസ്കാരത്തിന്റെ വിഷയം നന്നായി ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അത് വലിയ രക്ഷക്കുള്ള കാരണമാണ് പതിവായ നിസ്കാരം. ഖുർആൻ ഷരീഫും പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. ആരാണ് വിജയിച്ചത്? ഖദ് അഫ്ലഹ മൻ തസക്ക, ഖൽബിനെ ശുദ്ധീകരിച്ചു. അതാണ് ഈമാൻ. ഈമാൻ നൽകി ശുദ്ധീകരിച്ചു. വദക്കറ സ്മ റബ്ബിഹി ഫസല്ല, ഈമാൻ ഖൽബ് കൊണ്ട് സ്വീകരിച്ചു. വദക്കറ സ്മ റബ്ബിഹി, നാവ് കൊണ്ട് അത് ഉച്ചരിച്ചു. അതാണ് ഖൽബിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് മൊഴിയണം എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞ ഒരു കർമ്മം നോക്ക് നിങ്ങൾ, ഫസല്ല, നിസ്കരിക്കുകയും ചെയ്തു. നിസ്കരിക്കാതെ ജയിക്കൂല, അങ്ങനെ കരുതണ്ടാരും. വേറെ ഏതെങ്കിലുമൊക്കെ ചുളിവിലൂടെ ജയിക്കാൻ നടക്കൂല പരിപാടി. നിസ്കരിച്ചെങ്കിലേ ജയിക്കും. നിസ്കാരമില്ലെങ്കിൽ ഒരു നിലക്കും ഒരു റെക്കമെൻഡിലും ജയിക്കാൻ പറ്റൂല. അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയം വളരെ കാർക്കശ്യമായി കരുതണം.
തക്ലീഫെത്തിയിട്ട് ഖളായി പോയ നിസ്കാരം വീട്ടാത്തതിനിയും പെരടിയുണ്ടെങ്കിൽ അത് വീട്ടിയേക്കണം. മരിക്കുന്നതിന്റെ മുമ്പ് കഴിവിന്റെ പരമാവധി സമയങ്ങൾ അതിന് വിനിയോഗിക്കണം. ഉമ്മമാരെ, മെൻസസിന്റെ സമയത്തും നിഫാസ് പുറപ്പെടുന്ന സമയത്തും അത് രക്തം നിന്ന നേരത്തും നിസ്കാരം ഖളായി പോയതുണ്ടെങ്കിൽ അത് വീട്ടണം. ളുഹർ ബാങ്ക് കൊടുത്ത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടൊരു സഹോദരിക്ക് മെൻസസ് വന്നു. ഈ ളുഹർ നിസ്കാരം മെൻസസ് നിലച്ച് ശുദ്ധിയായ ശേഷം മടക്കി നിസ്കരിക്കേണ്ടതുണ്ട്. കാരണം ആ ളുഹർ പെരടിയിൽ വാജിബായിട്ടുണ്ട്. അത് മറന്നു പോകാൻ പാടില്ല. മെൻസസ് നിലച്ചപ്പോൾ അസുറിന്റെ നേരത്താണ്. കുളിച്ചു അസുർ മാത്രം നിസ്കരിച്ചാ പോരാ, ളുഹറും നിസ്കരിക്കണം. ഇശായിന്റെ നേരത്താണ് മെൻസസ് നിലച്ചത്, ശുദ്ധിയായത്. കുളിച്ചിട്ട് ഇശ മാത്രം നിസ്കരിച്ചാ പോരാ, മഗ്രിബും നിസ്കരിക്കണം. ഇശായിന്റെ നേരത്ത് മെൻസസ് ഒക്കെ നിലച്ചപ്പോ ഇപ്പൊ കുളിച്ചാല് കുറച്ച് കഴിഞ്ഞാൽ ഭർത്താവ് വരും, പിന്നെ മൂപ്പരോടുകൂടെ ബന്ധപ്പെട്ട് പിന്നെയൊന്ന് കുളിക്കേണ്ടി. അതുകൊണ്ട് സുബൈയിലേക്ക് നീട്ടിയേക്കാ നല്ലത് എന്ന് കരുതിയാ വലിയ വിഷമം വരും. ഇവിടെ ഈ നിസ്കാരങ്ങൾ രണ്ടും ബോധപൂർവം ഒരു കാരണമില്ലാതെ പിന്തിച്ചു എന്നുള്ള വലിയ കുറ്റം വരും. അങ്ങനെ വരാൻ പാടില്ല. പ്രസവിച്ച് കിടക്കുന്ന സഹോദരി 40 ദിവസം കഴിഞ്ഞാൽ സാധാരണ പതിവല്ലേ 40? സഹോദരങ്ങളെ, അത് നമ്മളെ നാട്ടിലുള്ള എല്ലാവർക്കും ഉള്ള പതിവല്ല. 22, 23, 24 ആകുമ്പോഴേക്ക് രക്തം നിലക്കുന്നവരുണ്ട്. അവരോട് നല്ല ഉള്ളിച്ചോറൊക്കെ വെച്ച് കടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ രക്തം നിലച്ചാൽ ഓരോ ഭക്തും നിസ്കരിച്ചോളണം. കുട്ടിയെ ശുശ്രൂഷിച്ച് 40 വരെ കടന്ന് 40 ആകുമ്പോൾ ഒരു സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കി, അതിലൊന്നും ഞാൻ തകരാറ് പറയുന്നില്ല. രക്തം നിലച്ചത് എപ്പോഴാണോ അത് നിലച്ച ശേഷമുള്ള നിസ്കാരം നിർബന്ധമായി നിസ്കരിക്കണം. 40 ആകട്ടെ എന്നിട്ട് നിസ്കരിക്കാം എന്നൊരു പതിവ് പറ്റൂല. അങ്ങനൊരു പതിവ് 40 വരെ അശുദ്ധിയുള്ളവർക്കാണ്. എല്ലാവരും അങ്ങനല്ല, പലരും അതിൽ നിന്ന് മാറ്റാണ്. 25 കഴിയുമ്പോൾ 30 കഴിയുമ്പോഴൊക്കെ രക്തം നിലച്ചുപോയി. അവർ കുളിച്ചിട്ട് നിസ്കരിക്കണം. ഓരോ ഭക്തിരും നിസ്കരിക്കണം, മുഖം കൊടുത്ത് നിസ്കരിക്കണം. അവർ കുട്ടീനെ ശുശ്രൂഷിച്ച് കടന്നോട്ടെ, അതിനും തകരാറില്ല. അത് കുട്ടീനെ നോക്കാനും പരിപാലിക്കാനും അല്ലേ. പക്ഷെ 40 ആയിട്ടേ നിസ്കരിക്കാവൂ എന്നൊരു നയമല്ല. അതുകൊണ്ട് ആ വിഷയം ശരിക്കും ശ്രദ്ധിക്കണം. രാവിലെ ജോലിക്ക് പോകുന്ന ഒരാൾ നിങ്ങൾ നോക്ക്, ആ സമ്പാദ്യം അല്ലാഹു തആല മുടക്കുന്നില്ലല്ലോ. ളുഹറും നിസ്കരിക്കുന്നില്ല, അസ്റും നിസ്കരിക്കുന്നില്ല. വൈകുന്നേരം വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം തൊണ്ടയിൽ കിട്ടിയാൽ എത്ര ഇടങ്ങേറുണ്ടാകും. കുടിക്കുന്ന വെള്ളം തായോട്ടിറങ്ങാതെ പോയാൽ അപ്പോഴല്ലേ റബ്ബിന്റെ നിഅമത്തിന്റെ വലിപ്പറിയുള്ളൂ. എത്ര നിസ്കരിക്കാൻ നടന്നിട്ടും അള്ളാഹു ഭക്ഷണം മുടക്കിയിട്ടുണ്ടോ? ആരോഗ്യം കുറച്ചിട്ടുണ്ടോ? ജോലി മുടക്കിയിട്ടുണ്ടോ? അള്ളാഹ് എത്ര വലിയ ഔദാര്യവാനാണ്. പക്ഷേ അത് കണ്ടിട്ട് അള്ളാഹു ഒന്നും ചെയ്യൂല എന്ന് കരുതരുത്. പിടികൂടാൻ വലിയ കഴിവുള്ളവനാണ്. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മാ, നിശ്ചിത ടൈം വരാനുണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്തിപ്പിക്കുകയാണ്. ഇവിടെ കഴിയാത്തത് കൊണ്ടാണെന്ന് ധരിക്കരുത്. ധാരാളം പേർക്ക് അല്ലാഹ് ശിക്ഷ കൊടുത്തതുണ്ടല്ലോ. നിസ്കാരം പതിവാക്കി നിസ്കരിച്ചാൽ അത് വലിയ പ്രകാശമാണ്. ഖിയാമത്ത് നാളിൽ വലിയ ഇരുട്ടല്ലേ, ഇവിടെ വലിയ വെളിച്ചം വേണ്ടേ? ടോർച്ചടിച്ച് വരാൻ അവിടെ ഭാര്യ വരുമോ? മുന്നോട്ട് ടോർച്ചടിച്ച് കാണിക്കാൻ മക്കൾ വരുമോ? വേറെ ആരെങ്കിലും വരുമോ? വെളിച്ചത്തോടെ മുന്നോട്ട് പോകുന്ന മുഅ്മിനീങ്ങളെ പിന്നാലെ മുനാഫിക്കുകൾ വന്നിട്ട് ഉൻദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും, ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ, നിങ്ങളെ പ്രകാശത്തിൽ നിന്ന് അല്പം ഞങ്ങൾ സ്വീകരിക്കട്ടെ എന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങൾ അവരോട് പറയുമല്ലോ, ഖുർആൻ പഠിപ്പിച്ചില്ലേ, ഇർജിഊ വറാഅക്കും ഫൽതമിസൂ നൂറാ, വന്ന വഴിക്ക് തിരിച്ചു പോയിക്കോളൂ, വേറെ ഭാഗത്ത് പോയിട്ട് നൂറ് തേടിക്കോളൂ, ഞങ്ങളൊരു നൂറും നിങ്ങൾക്ക് തരില്ല. അപ്പോഴേക്ക് അവരെ മുന്നിൽ ഇരുട്ട് പടർന്നു പോയി. നല്ല പ്രകാശത്തോടുകൂടെ അവിടെ നടക്കണ്ടേ, പ്രമാണം വേണ്ടേ, ഐഡന്റിറ്റി കാണിക്കണ്ടേ? ഇവിടെ നിങ്ങൾ നോക്ക്, ഏതെല്ലാം സ്ഥലത്ത് ഐഡന്റിറ്റി കാണിക്കണം. ഖിയാമത്ത് നാളിലുള്ള മുഖ്യമായ ഐഡന്റിറ്റിയാണ് നിസ്കാരം. വബുർഹാൻ എന്നതൊരു പ്രമാണമാണ്, വനജാത്ത് എന്നത് രക്ഷയുമാണ്. അത് പതിവാക്കാത്തവനോ, അതേ പതിവായി നിസ്കരിക്കാത്തവൻ, അവൻ വെള്ളിയാഴ്ചയൊക്കെ പള്ളിയിൽ പോകും,
പിന്നെ പെരുന്നാളിനും പോകും. ആ ഒരു നിസ്കാരേ ഉള്ളൂ. വീട്ടിൽ വെച്ച് ളുഹുറുണ്ടോ ഇല്ല, അസുറുണ്ടോ ഇല്ല, അവന്റെ ജോലി അങ്ങനെ എടുക്കും, കിട്ടുന്നതങ്ങനെ ഭക്ഷിച്ചുകൂടും. നിസ്കാരം തീരെയില്ല. ബാക്കി എല്ലാ പരിപാടിക്കും ഉണ്ട്. ഒരിതിന് വിളിച്ചാലൊക്കെ റെഡി ആയിട്ട് വരും, വേറെ ഏത് കാര്യത്തിനും വരും. നിസ്കരിക്കൂല. പടിഞ്ഞാട്ടേക്ക് ഉന്തിയാലും കേക്കോട്ടേ പോകുള്ളൂ, നിസ്കരിക്കൂല. കരവനില്ല. അങ്ങനെ പതിവില്ലാത്ത മനുഷ്യൻ എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കുന്ന ആള് ലം തകുല്ലഹു നൂറ, ഈ നിസ്കാരം അവന് വെളിച്ചത്തിന് വരൂല, അത് പ്രമാണമായി വരൂല, രക്ഷയായി വരൂല. അത് പറഞ്ഞിട്ട് തങ്ങൾ നിർത്തിയില്ല. വകാന യൗമൽ ഖിയാമ, പതിവായി നിസ്കാരം ശീലിക്കാത്തവൻ ഖിയാമത്ത് നാളിൽ മാ ഖാറൂൻ, നേരത്തെ പറഞ്ഞ ഖാറൂനിന്റെ കൂടെയാണ്. വഹാമാന വഫിർഔന, ഫിർഔന്റെ കൂടെയാണ്. ലക്ഷക്കണക്കിന് കുരുന്നുകളെ നിർദാക്ഷിണ്യം കൊന്ന ഭരണാധികാരിയല്ലേ ഫിർഔൻ. ഒരു പ്രതിപക്ഷ പോലും ഇല്ലാതെ ഭരണം നടത്തിയ ആളല്ലേ ഫിർഔൻ. ആ ഫിർഔനിന്റെ കൂടെയാണോ നിനക്ക് നിൽക്കേണ്ടത്? വഹാമാൻ, ആ ഫിർഔനിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയ ഹാമാന്റെ കൂടെയാണ്. വഉബയ്യ് ഇബ്നു ഖലഫിൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈകൊണ്ട് വെട്ടേറ്റ് മരണപ്പെട്ടു പോയ ശത്രുവല്ലേ ഉബയ്യ് ഇബ്നു ഖലഫ്, അവന്റെ കൂടെയാണോ നിൽക്കേണ്ടത്? നമ്മൾ ആലോചിക്കണം. പതിവായി നിസ്കരിക്കുന്നവരാരുടെ കൂടെയാണ്? മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അപ്പൊ ഖാറൂനിന്റെ സൊഫിലല്ല നിൽക്കേണ്ടത്, ഫിർഔനിന്റെ സൊഫിലല്ല നിൽക്കേണ്ടത്, ഹാമാന്റെ സൊഫിലല്ല നിൽക്കേണ്ടത്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ പതിവായ ശ്രദ്ധ എപ്പോഴും സൂക്ഷിച്ചു കൊണ്ട് നടക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നിസ്കാരത്തിൽ നല്ല ക്ഷമ പാലിക്കണം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, അല്ലാഹു തആല കൽപ്പിച്ചില്ലേ കുടുംബക്കാരോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. നബിമാരൊക്കെ അവരെ കുടുംബക്കാരോട് നിസ്കാരം കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്. നിസ്കാരം ഇല്ലാത്തൊരൊറ്റ നബിയുല്ലല്ലോ. എല്ലാ നബിമാർക്കും അല്ലാഹ് നിസ്കാരം കൊടുത്തിട്ടുണ്ട്. വഔഹൈനാ ഇലൈഹിം ഫിഅൽ ഖൈറാത്തി വഇഖാമസ് സ്വലാത്തി വഈതാഅസ് സക്കാ. എല്ലാ നബിമാർക്കും നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, നിസ്കാരം നിലനിർത്തണം. നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല. നിസ്കരിക്കാൻ മടിയുള്ള ചില ആൾക്കാർ പറയും, ഞങ്ങളിപ്പോൾ നിസ്കരിക്കേണ്ടതില്ലാത്ത ഒരു മർത്തബയിൽ എത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിസ്കരിക്കാത്തത്. അങ്ങനെ ഒരു മർത്തബല്ല. അങ്ങനെ ഒരു മർത്തബ ഉണ്ടാകണമെങ്കിൽ ലോകത്ത് അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഉണ്ടാകണം. അതിന് വേറെ മർത്തബൊന്നും ഇവിടെ ആർക്കുമില്ല, അക്മലായ മർത്തബ. പിന്നെ ഏതെങ്കിലും മജ്നൂനായ മജ്ദൂബായ ആൾക്കാർ പറഞ്ഞു അത് നമ്മൾ തെളിവിനെടുക്കാനും പറ്റൂല. അവരെ നമ്മളങ്ങനെ തള്ളണ്ട, അവരെ നമ്മൾ കൊള്ളാനും പോകണ്ട, അവരവരെ വഴിക്ക് വിട്ടേക്കണം. സ്വീകരിക്കേണ്ട ആൾക്കാരല്ല. അവർ നല്ലവരാണ്, നമ്മളവരെ പറ്റി കുറ്റമൊന്നും പറയാൻ പാടില്ല, ഇകഴ്ത്താനും പാടില്ല. അവരങ്ങനെ ചെയ്യുന്നു എന്നുള്ള നമുക്ക് മാതൃക തെളിവല്ല, അവർ കുറ്റക്കാരുമല്ല. അവർ അള്ളാഹുവിൻ്റെ വഴിയിൽ അങ്ങനെ ലയിച്ചു ചേർന്നപ്പോൾ അവർക്ക് ചെറിയ നുക്സാനിയത്ത് പറ്റിയതാണ്, ജദ്ബിൻ്റെ ഹാല്. നമ്മളതുകൊണ്ട് അവരെ താഴ്ത്താനും പോകണ്ട, അവരങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഇത്തിബാ ചെയ്യാനും പോകണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനെയുണ്ട് ആൾക്കാർ. നിസ്കാരമില്ല എന്ന് പറഞ്ഞ ആൾക്കാർ. ചില ആൾക്കാർ നിസ്കരിക്കേണ്ട ആവശ്യമില്ല, ദിക്റില്ല മതി, അങ്ങനെയും പറഞ്ഞോളൂ. വല ദിക്റുല്ലാഹി അക്ബർ, ദിക്റാണ് വലുത്. എല്ലാത്തിനും ഖുർആനല്ലേ, വല ദിക്റുല്ലാഹി അക്ബർ അവരെ തെളിവാണ്. അല്ലാഹു തആല ദിക്റാണ് വലുത്, നിസ്കാരം എന്നല്ല വലുത്, ദിക്റില്ല മതി. എന്തെല്ലാം നിസ്കാരം എന്ന് ഒഴിവായി കിട്ടാൻ എന്തെല്ലാം സൂത്രങ്ങൾ ആൾക്കാർ ചെയ്യുന്നത്. നിസ്കാരത്തിൽ നല്ല കണിശത പാലിക്കണം. എന്നാൽ ജീവിതത്തിനുണ്ടാകുന്ന ബർക്കത്ത് വേറൊരു നിലക്കുണ്ടാകൂല. നിസ്കാരത്തിൽ വലിയ കണിശത പാലിച്ചിട്ട് വലിയ ബർക്കത്ത് കിട്ടിയ മഹാനല്ലേ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നമ്മളെപ്പോലെ നല്ല അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് 120 മക്കളുണ്ട്. പേരക്കുട്ടികളെ കൂട്ടിയിട്ടല്ല, സ്വന്തം മക്കളെ. പേരക്കുട്ടികളെ കൂട്ടിയാൽ ഒരു മഹൽ ജമാഅത്ത് 2-3 ഉണ്ടാവും. ഇത് സ്വന്തം മക്കളെ പറഞ്ഞേ. അത്രയും മക്കളുള്ള അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അള്ളാഹു കൊടുത്ത ബർക്കത്ത് നോക്ക് നിങ്ങൾ. തൊഴിലാളി വന്നിട്ട് പറഞ്ഞു, ഇക്കൊല്ലം കാരക്ക കിട്ടുന്നത് കുറയൂട്ടോ. അതെന്താ? കാരക്ക കുറയാൻ പാടില്ല, കാരണം ഇവർക്ക് ചെലവ് കൊടുക്കണ്ടേ, കുറച്ചാളൊന്നല്ലല്ലോ ഉള്ളത്. വെള്ളമല്ല മഴല്ല എന്ന് പറഞ്ഞു. മുസല്ലയെടുത്ത് മരുഭൂമിയിൽ വിരിച്ച് നിസ്കരിച്ചു 2 റക്അത്ത്. മഴയ്ക്ക് വേണ്ടിയതായിരുന്നു, പൊയ്ക്കോന്ന് പറഞ്ഞു. പോയി അവിടെ എത്തുമ്പോഴേക്ക് മഴ പെയ്തു. തോട്ടത്തിൽ, അത്തോട്ടത്തിൽ മാത്രം ഒരു മഴ. നിസ്കാരം കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടിയതാണ്. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് സഹായം തേടി. നിങ്ങൾ ആലോചിച്ച് നോക്ക്.
നിസ്കാരം വലിയ ശ്രേഷ്ഠമായ അമലല്ലേ? അതിൽ പതിവായി മരിക്കും വരെ കൊണ്ടു നടക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ഒറ്റ നിസ്കാരവും വിടരുത്. അങ്ങനെ തന്നെ ശീലിപ്പിക്കണം. നമ്മുടെ സന്താനങ്ങളെയും കുട്ടികളെയൊക്കെ അങ്ങനെ പരിപാലിച്ച് കൊണ്ടു നടക്കണം. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നല്ലൊരു ശ്രദ്ധയുള്ള ആളായി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നല്ല റാഹത്തായി. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ പറയാതെ തന്നെ ശ്രദ്ധിച്ച് നിസ്കരിക്കുന്നവരാന്ന് പറഞ്ഞാൽ ഒരു ബാപ്പക്കും ഉമ്മക്കും അത് വലിയ റാഹത്താണ്. ചെറിയ കുട്ടികളെ നിസ്കരിപ്പിച്ച് പഠിപ്പിച്ച് ശീലിപ്പിച്ച് അവരെ നല്ലവരാക്കി, എന്നാൽ പിന്നെ നല്ല സ്വഭാവക്കാരായിരിക്കും. അവർ വേറെ ആളോടും വിദ്വേഷമോ അക്രമോ ഒന്നും ഉണ്ടാകില്ല. സ്നേഹത്തോടെ സ്വഭാവത്തോടെ വർത്തിക്കാനുള്ള വലിയ കഴിവ് നിസ്കരിക്കുന്നവർക്കുണ്ടാകും. നിസ്കരിക്കുന്ന വലിയ വലിയ മഹാന്മാരെ നിങ്ങൾ നോക്കി, എല്ലാവരും സമ്മതിച്ചില്ലേ? അവർക്കൊരു കുഴപ്പമില്ല. എത്ര ആളായിരുന്നു ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളെ സമീപത്ത് വന്നവർ ആരൊക്കെ? എല്ലാവരും വന്നില്ലേ? ജീവിതത്തിൻ്റെ ശുദ്ധിയല്ലേ? അവിടുത്തെ ഹളറത്തിൽ വരാത്ത ഒരു മതക്കാരും ഇല്ല. ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാവർക്കും സഹായം ചെയ്തിട്ടുണ്ട്. കാരണം ആ ജീവിതത്തിൻ്റെ പരിശുദ്ധി കൊണ്ട് എല്ലാവർക്കും, രോഗികളായ എത്ര ആളുകളെ കാണാൻ പറ്റും നമുക്ക്. അവിടെ വ്യത്യസ്ത ആളുകളെ കാണാൻ പറ്റും. മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല, എല്ലാവരും ഉണ്ട്. അവർക്കൊക്കെ ഒത്താശ ചെയ്തിട്ടുണ്ട് ഖാജാ തങ്ങൾ, അവർക്കൊക്കെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. കാരണം അവർക്കൊക്കെ ഖാജാ തങ്ങളിലുള്ള വലിയ പുണ്യം മനസ്സിലാക്കാൻ അവിടുത്തെ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ്. നല്ല മനുഷ്യന്മാരാണ്, നല്ല ആളുകളാണ്. അങ്ങനെയല്ലേ മഹത്തുക്കൾക്കൊക്കെ വലിയ സ്ഥാനം കിട്ടിയത്. അതുകൊണ്ട് നിസ്കാരം ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല, വളരെ കരുതലോടെ ശ്രദ്ധിക്കണം. അതിലൊരു വീഴ്ച പല ഭാഗത്തും ശ്രദ്ധയിൽപ്പെടുമ്പോൾ വലിയ ദുഃഖമാണ്, വലിയ സങ്കടമാണ്. നിസ്കാരത്തിലൊരു കുറവും വരുത്തരുത്. നിസ്കാരത്തിൽ എത്ര കണ്ട് നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ അത്ര കണ്ട് അള്ളാഹു നമ്മുടെ കാര്യങ്ങളെയും പരിഗണിക്കും. ശ്രദ്ധ വരും, നമുക്ക് സൂക്ഷ്മത വരും, നമുക്ക് സഹായം വരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 10-മത്തൊരു കാര്യം കൂടി ചുരുക്കി പറയട്ടെ. അൽ-ഇസ്തിഖാമത്തു അല സുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കലാണ്. സഹോദരങ്ങളെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും താബിഈങ്ങളും കാണിച്ചു തന്ന ശൈലിയില്ലേ, ആ ശൈലിയിൽ മുറുകെ പിടിച്ച് ജീവിക്കുക. അവർ കാണിച്ചെന്ന പാരമ്പര്യ ശൈലിയില്ലേ, വിശ്വാസപരമായും കർമ്മപരമായും അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുക. ഒരു സുന്നത്തിന് മാറ്റം വരുത്താൻ സ്വഹാബത്ത് സമ്മതിച്ചിട്ടില്ല. ഭരണാധികാരികളെ വരെ അവർ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു ഭരണാധികാരി പെരുന്നാൾ നിസ്കാരവും ഖുതുബയും മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. പെരുന്നാളിന് നിങ്ങൾ നോക്ക്, നിസ്കരിച്ചിട്ടാണ് ഖുതുബ. ഇവിടെ എങ്ങനല്ലേ? ഇവിടെ നേരെ തിരിച്ചാ നിസ്കരിച്ചിട്ടല്ലേ ഖുതുബ? നേരത്തെ ഖുതുബ ഓതാൻ വേണ്ടി കയറിയപ്പോ സൊഫിലിരിക്കുന്ന സ്വഹാബി ഇങ്ങോട്ട് വലിച്ചു. എങ്ങോട്ടാന്ന് വെച്ചു? മിമ്പറിൽ കയറാൻ പോവുക. എങ്ങോട്ടാ? ഞാൻ ഖുതുബ ഓതാൻ പോകാണ്. നിസ്കരിച്ചിട്ടല്ലേ ഖുതുബ? നിസ്കരിച്ചിട്ട് ഞാൻ ഖുതുബ ഓതിയാൽ കേൾക്കാൻ ആരും നിൽക്കൂല, എല്ലാവരും പോയി പോകുന്നു. അത് നിങ്ങൾ നന്നാകത്തോണ്ടല്ലേ, അതുകൊണ്ട് ഇപ്പോൾ വിഷയം മാറ്റാൻ പറ്റുമോ? നിങ്ങളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരൊക്കെ പോകുന്നതിന്, അതുകൊണ്ട് സുന്നത്ത് മാറ്റാൻ പറ്റൂല. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താ മാറ്റുന്നത്. നടക്കൂ മിഹ്റാബിലേക്ക്, നിസ്കരിക്കൂ, എന്നിട്ട് ഖുതുബ ഓതൂ. ആളുകൾ നിൽക്കാത്തത് നിങ്ങളെ കുറവുകൊണ്ടാണെങ്കിൽ നിങ്ങൾ നന്നായാൽ മതി, എന്നാ പ്രശ്നം തീർന്ന്. അതിനനുസരിച്ച് ഇവിടെ മാറ്റാൻ പറ്റൂല. ജുമുഅ പോലെ ആദ്യ ഖുതുബ ഓതാൻ വേണ്ടി കയറുകയായിരുന്നു ഭരണാധികാരി. അപ്പോഴാണ് സ്വഹാബിവരൻ പിടിച്ചു മാറ്റുന്നത്. സഹോദരങ്ങളെ, ആ സുന്നത്ത് ജമാഅത്തിൽ നമ്മളും അങ്ങനെ തന്നെ മുറുകെ പിടിച്ച് ജീവിക്കണം. സുന്നത്തായ കാര്യങ്ങളും സ്വഹാബത്ത് കൊണ്ടുവന്ന പാരമ്പര്യവും അത് അതേ രൂപത്തിൽ തന്നെ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു മാറ്റവും വരുത്തണ്ട. അതിൽ വളരെ പ്രധാനപ്പെട്ട അമലാണ് വിശുദ്ധ റമളാനിലെ തറാവീഹ് വരാനിരിക്കുന്നു. സ്വഹാബിമാരല്ലേ ജമാഅത്തിന്റെ രൂപത്തിൽ അത് രൂപം നടത്തി കാണിച്ചു തന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലേ അന്നത്തെ വലിയ ഖാരി ആയ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഇമാമാക്കി നിർത്തിയിട്ട് 23 റക്അത്ത് 20 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്റും അതങ്ങനെ തന്നെ നമ്മൾ നടപ്പിലാക്കി ശീലിപ്പിച്ചു കൊണ്ടുവരണം. എന്തേത് സ്വഹാബത്തിനോടുള്ള പിന്തുടർച്ചയാണ്, അത് മാറ്റേണ്ടതില്ല. സ്വഹാബിമാർക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടിയതാണ്.
അവരെന്തെല്ലാം റൂട്ട് ഇവിടെ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിനൊന്നും ചേഞ്ച് വരുത്താത്ത വിധം അതിലെങ്ങനെ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് നമുക്ക് വേണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ താല്പര്യവും. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമൻ ഫത്തബിഉ വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലി. വ്യത്യസ്ത റൂട്ടുകളും വഴികളൊക്കെ നിങ്ങൾ കാണും. നിങ്ങൾ സ്വീകരിക്കേണ്ടത് മുസ്തഖീമായ സിറാത്ത് ഏതാണ്? സ്വഹാബത്തും താബിഈങ്ങളും ഉൾക്കൊണ്ട മഹാന്മാർ ഏത് വഴിയിലൂടെയാണോ വന്നത് അവർക്കത് കിട്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. ആ വഴിക്ക് തന്നെ സ്വീകരിക്കണം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനക്കാരെ തറാവീഹിനെ പറ്റി 36 എന്ന് റിപ്പോർട്ട് ചെയ്തു. 36 എന്ന് റിപ്പോർട്ട് ചെയ്യാൻ കാരണം എന്താ? തറാവീഹിന്റെ സൗന്ദര്യമാണത്. തറാവീഹ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വിശ്രമിച്ചിട്ടുള്ള നിസ്കാരം എന്നാണ്. തറാവീഹൊന്നും വെള്ളത്തിലാക്കരുത് കേട്ടോ. ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ചിട്ട് തറാവീഹിന് ഭാരം തൂങ്ങാൻ പാടില്ല. ഭാരം തോന്നിയാൽ തന്നെ ഫലം കിട്ടൂല. ജനങ്ങൾക്കിടയിൽ കടമ നിർവഹിച്ച ആൾക്കാരായി മാത്രം മാറും, ഫലം കിട്ടൂല. തറാവീഹ് നിസ്കരിക്കുന്ന ഫലല്ലേ? എന്താ വലിയ ഫലം? മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമളാൻ മാസത്തിൽ ഒരാൾ തറാവീഹ് നിസ്കാരം നിസ്കരിച്ചാൽ അയാൾക്ക് വിശ്വാസത്തോടുകൂടെ, വിശ്വാസമുണ്ട് ഇത് സുന്നത്താണെന്നുള്ള വിശ്വാസമുണ്ട്. സഹാബത്തും നബിതങ്ങളൊക്കെ ചെയ്ത നല്ല സുന്നത്തായ പാരമ്പര്യമുള്ളതാണ്. വഹ്തിസാബൻ പ്രതിഫലം ആഗ്രഹിച്ചിട്ട്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഒരിക്കലും ഇതൊരു നീണ്ട നിസ്കാരമാണെന്ന് തോന്നാൻ പാടില്ല. 20 റക്അത്തല്ലേ ഉള്ളൂ, 100ഒന്നുമില്ലല്ലോ, 20 റക്അത്തേ ഉള്ളൂ. മദീനക്കാരായ സ്വഹാബത്തിന്റെ തറാവീഹാണ് 36. എങ്ങനെ 36 വന്നത്? 4 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ള വിശ്രമത്തിൽ അവർ പിന്നെയും നിസ്കരിക്കും ഒരു 4. അങ്ങനെ അടുത്ത 4 ലേശം പിന്നെയും നിസ്കരിക്കും 4, അടുത്ത 4 ലേശം പിന്നെയും നിസ്കരിക്കും 4, അടുത്ത 4 ലേശം പിന്നെയും നിസ്കരിക്കും 4. ഇങ്ങനെ 36 വന്നതാണ്. ആ തർവീഹത്തിന്റെ ഇടയിൽ, വിശ്രമത്തിന്റെ ഇടയിൽ വന്നതാണ്. അപ്പം മക്കക്കാരെന്ത് ചെയ്യും? അതിനിടക്ക് പോയിട്ട് 1-2 തവാഫ് ചെയ്തിട്ട് അവർ വരും. ജമാഅത്ത് പിന്നെ തുടങ്ങുമ്പോൾ അതിൽ കൂടും. കാരണം ആ വിശ്രമത്തിന്റെ ഇടയിലുള്ള ടൈമിലാണ് നമ്മൾ ദിക്ർ ചെല്ലുന്നത്, സ്വലാത്തും ചെല്ലുന്നത്. അത് ചെറിയ വിശ്രമ. ആ വിശ്രമത്തിന്റെ ഇടയിലുള്ള ദിക്റും സ്വലാത്തും മുടക്കി നമ്മൾ ഉറങ്ങരുത്. നമ്മൾ നല്ല ഉണർവോടുകൂടെ തറാവീഹ് നിസ്കരിക്കണം. മടുപ്പ് വരാൻ പാടില്ല. എന്നാ റബ്ബേ ഇതൊക്കെ ഒന്ന് തീർന്നിട്ടുക, ഇനിയിപ്പോൾ ഒന്നായി, ഇനിയിപ്പോൾ 29-30 ദിവസം സഹിക്കണമല്ലോ. ഒരു കൂലിയും കിട്ടില്ല. വെറുതെ കൈ കെട്ടിയിട്ട് അങ്ങനെ നിന്ന് അള്ളാനെ കളിയാക്കണ്ട. നല്ല കരളുറപ്പോടെ നിൽക്കണം. ഈമാനൻ വഹ്തിസാബൻ. 20 റക്അത്ത് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം അല്ല സ്വഹാബത്ത് നിസ്കരിച്ചത്. ദീർഘിച്ച നിസ്കാരമാണ്. ധാരാളം മോദിയിട്ടാണ് നിസ്കരിച്ചത്. 2 ജുസും 3 ജുസും ഒക്കെ ഓതിയ സന്ദർഭങ്ങളുണ്ട്. മക്കത്ത് പോയി നോക്ക് നിങ്ങൾ. ലക്ഷക്കണക്കിന് ആളുകളല്ലേ ഒരു ഇമാമിന്റെ കയ്യിൽ 1.5 മണിക്കൂർ നേരത്തെ തറാവീഹിനെ സംബന്ധിക്കുന്നത്. നമ്മൾ 1:15 1:20 ആയാൽ പിന്നെ ഉസ്താദേ ഇന്നൊരു 5 മിനിറ്റ് കൂടിയിട്ടുണ്ട്, നാളെ അത് കറക്റ്റാക്കണം. അല്ലെങ്കിൽ ഞാൻ പള്ളിക്കൽ അവിടെ ഉണ്ടൊരു പള്ളി 3/4 മണിക്കൂർ കൊണ്ട് തീരും. നിങ്ങൾ പിന്നെ 16ാമത്തെ റക്അത്തിൽ എനിക്ക് പുറയിലെത്താൻ കഴിയും. അങ്ങനൊന്നും നമ്മൾ ആർക്കും വേണ്ടി ഓക്കാനിക്കണ്ട. ഇത് ആഖിറത്തിലേക്ക് ഉപകരിക്കാനുള്ള നിസ്കാരമാണ് എന്ന നല്ല കാഴ്ചപ്പാട് വേണം. ഒരു 29 രാത്രി ഒരു ചെറിയ അധ്വാനത്തിന് നമുക്ക് കഴിയൂലേ? നമ്മളെ മഹാന്മാരായ സ്വഹാബിമാരൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ് ദീനു വേണ്ടി ഖിദ്മത്ത് ചെയ്തത്. വളരെ കഷ്ടപ്പെട്ടിട്ടല്ലേ? അപ്പം ചെറിയ അമലെങ്കിലും നമ്മളിൽ വേണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പോരായ്മയില്ലാത്ത അമലാകണം നമ്മുടെ അമലുകളൊക്കെ. അതിനാണ് കഠിനാധ്വാനം ചെയ്ത് ശ്രമിക്കേണ്ടത്. ഞാൻ ചുരുക്കുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല. നല്ലോണം ദ്വാരക്കേണ്ട ദിവസമാണ്. ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് പലരും ദ്വാരക്കാൻ അറിയിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ആമീൻ ആവശ്യമുണ്ട്. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കി തരട്ടെ. ഒരു പക്ഷേ ഇന്ന് ഷാബാനിൻ്റെ അവസാനത്തെ രാവായിരിക്കും. നാളെ മാസം കണ്ട റമളാൻ്റെ 1ാമത്തെ രാവ് വരും. റമളാനു ശരീഫ് ആഗതമാകുന്നതോടുകൂടെ പരിവർത്തനത്തിൻ്റെ മാസമാണ്. നമ്മളൊക്കെ മാറണം. നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ വിഷയങ്ങളൊക്കെ മാറി നമ്മൾ ശുദ്ധരാകണം. പരിശുദ്ധി റമളാൻ കൊണ്ട് കൈവരിക്കണം. ഈമാനൻ വഹ്തിസാബൻ നോമ്പിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്, നിസ്കാരത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. നോമ്പ് നോറ്റിട്ട് ഓനക്കൊരു മടുപ്പ്. ഇനി റബ്ബേ എത്ര ദിവസം, ഓരോ ദിവസവും 13 മണിക്കൂർ 13.25 മണിക്കൂർ ഇത് സഹിക്കണ്ടേ? ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റുന്നില്ലല്ലോ. ഒരു വിഷമവും തോന്നണ്ട. ഇബാദത്ത് എന്നുള്ള സൗന്ദര്യത്തിലാണ് സ്വീകരിക്കേണ്ടത്. ഇബാദത്താണത്.
അല്ലാഹുത്താല വളരെ ഇഷ്ടപ്പെടുന്ന ഇബാദത്താണ് ചെയ്യുന്നത്. നോമ്പ് ആ നിലക്ക് സ്വീകരിക്കണം. ആ നോമ്പ് നോറ്റിട്ട് ഞാൻ ആകെ കുഴങ്ങിപ്പോയി, എപ്പോൾ രാവിലെ 8 മണിക്ക് തന്നെ എന്ന നിലക്കാകണ്ട. നോമ്പ് നോറ്റിട്ട് ആ വിശപ്പ് സഹിച്ചിട്ട് നിസ്കരിക്കലും, സുന്നത്ത് നിസ്കരിക്കലും, ഖുർആനോദലും, ഇത്തിക്കാഫിരിക്കലും, വാള് കേൾക്കലും, ദിക്ർ ചൊല്ലലും, സ്വലാത്ത് ചൊല്ലലും, അതുപോലെ തന്നെ മറ്റു ഖൈറായ പ്രവർത്തനങ്ങൾ ചെയ്യലും, ഇതിലൊക്കെ മുഴുകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ചിലരെന്ത് ചെയ്യും, നോമ്പല്ലേ എന്ന് കരുതിയിട്ട് സുബഹി നിസ്കരിച്ച് ഒരൊറ്റ കടത്തം കിടക്കും. അവർ പിന്നെ അതിൽ കാണുന്ന ലാഭം എന്താണെന്നറിയോ? പകൽ ആരെയും കുറ്റം പറയാനൊന്നും പോകുന്നില്ലല്ലോ, അതുകൊണ്ട് നോമ്പ് സ്വഹിയായി കിട്ടുമല്ലോ എന്നുള്ളതാണ്. വലിയ ലാഭമൊന്നും അതിലില്ല. കാരണം അവർ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ നേരെ വൈകുന്നേരം അങ്ങാടിക്ക് ഇറങ്ങിയിട്ട് ആ പകലത്തൊക്കെ വൈകുന്നേരം കൂടി ബാത്തിലാക്കും. അങ്ങനെയുണ്ട്. മഗ്‌രിബിന് അങ്ങോട്ട് ഇറങ്ങും. 5 മിനിറ്റ് കൊണ്ട് നോമ്പൊക്കെ പലർക്കും പറിച്ചു കൊടുത്തുപോയി. അത് തന്നെ കിട്ടിയെങ്കിലായി, അതാണ് ആ കൊടുത്തത്. നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഗസാലി ഇമാം തങ്ങൾ പറഞ്ഞു, ഓരോ ദിവസത്തെ നോമ്പിനെ പറ്റി വിശ്വാസി വിലയിരുത്തണം. ഇന്നത്തെ എൻ്റെ നോമ്പ് അല്ലാഹു തആല തള്ളിക്കളയുമോ? ഞാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ? നല്ല ചിന്ത വരണം. അല്ലാ, ഇന്നെനിക്ക് ധാരാളം ഓതാ നേരം കിട്ടിയിരുന്നു, ഞാനത് വെറുതെ കളഞ്ഞല്ലോ, നാളെ മുതൽ കളയില്ല. കഴിവിന്റെ പരമാവധി ഖുർആൻ ഖത്മു തീർക്കണം. അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു വഫാത്തായത് സുജൂദിലല്ലേ? സുജൂദിലായി വഫാത്തായി കിടക്കുന്ന സ്ഥലത്ത് ഹയാത്ത് കാലത്ത് 7000 ഖത്മു നിർവഹിച്ച സ്ഥലമാണ്. വഫാത്തായി കിടക്കുന്ന സ്ഥലത്ത് സഹോദരങ്ങളെ 7000 ഖത്മു ഖുർആൻ ഓതിയ സ്ഥലമാണെന്ന് പറയുമ്പോൾ എത്രയാണ് ആ സ്ഥലത്തിന്റെ ബഹുമാനം, എത്രയാണ് ആ മരണത്തിന്റെ സന്തോഷം. അതുകൊണ്ട് ഖുർആനുമായുള്ള ബന്ധം കുറക്കരുത്. ധാരാളം ഖത്മു തീർക്കണം. ലൈലത്തുൽ ഖദ്ർ കണ്ട് ആസ്വദിച്ച് അനുഭവിക്കണം. അന്ന് മലക്കുകൾ വന്ന് നമ്മെ മുസാഫഹത്ത് ചെയ്യണം. അതിനനുസരിച്ച് നമ്മുടെ ശരീരവും ഖൽബുമൊക്കെ പാകപ്പെട്ട് കിട്ടണം. മലക്കുകൾ വന്ന് മുസാഫഹത്ത് ചെയ്യുന്ന അർത്ഥത്തിൽ കണ്ണീർ കണങ്ങൾ ഒഴിപ്പിക്കണം. മറ്റാരും കാണാനോ അവരൊന്നും പറയാനോ അല്ല. പാപഭംഗിലമായ നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിലേക്ക് തുറന്നു വെച്ച് നല്ല നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് റബ്ബിനോട് പറയണം, അല്ലാ, എൻ്റെ രഹസ്യം നിനക്കറിയാമല്ലോ. ഞാനെങ്ങാനും എൻ്റെ രഹസ്യത്തിൻ്റെ മറ മുഴുവനും നീക്കിയിട്ട് നിന്റെ കോർട്ടിൽ ജനങ്ങൾക്ക് മുന്നിൽ എന്നെ വെളിവാക്കപ്പെട്ടാൽ എന്നെ പോലെ പാപം ചെയ്തവനില്ലല്ലോ, എന്നെ പോലെ തെറ്റുകാരനില്ലല്ലോ. പക്ഷേ അവിടം എത്തുന്നതിൻ്റെ മുമ്പ് നിന്റെ മഹളായ ഫദ്ല് കൊണ്ട് നീ എനിക്ക് അഫൂ തരണം. ഈ റമദാനിന്റെ ഓരോ രാത്രിയിലും ഒരുപാട് ലക്ഷോപിലക്ഷം ആളുകൾക്ക് നീ അഫൂ കൊടുക്കുന്നില്ലേ? ഓരോ രാത്രിയും അല്ലാഹുവിനോട് കരഞ്ഞു പറയണം, മുഅ്മിനീങ്ങളെ, ഒറ്റ രാത്രിയും അതിൽ നിന്ന് ഒഴിവാകേണ്ട, ഒറ്റ പകലും അതിൽ നിന്ന് ഒഴിവാകേണ്ട. ഇഖ്ലാസുള്ള മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ചു വെച്ച് ധാരാളം ദുആ ചെയ്യേണ്ട മാസമാണ്. നോമ്പ് തുറന്നതിന് ശേഷം നല്ല സമയമല്ലേ, നല്ലതിൽ മുഴുകണം. പാകത്തിന് ഭക്ഷണം കഴിച്ച് തറാവീഹ് ലാഭകരമാക്കണം. ഗസാലി ഇമാം തങ്ങൾ പറഞ്ഞല്ലോ, നോമ്പല്ലാത്ത കാലത്ത് ഒരു നേരത്തെ ഭക്ഷണം കണക്കാക്കിയിട്ടാണ് നോമ്പ് തുറക്കുന്ന നേരത്തും കഴിക്കേണ്ടത്. നോമ്പല്ലാത്ത കാലത്ത് ഒരു നേരം എത്ര ഭക്ഷണം കഴിക്കും? രാവിലെ ഒരു 7 പത്തിരി, 8 പത്തിരി, 5 ഒരു 11 ആയിക്കോട്ടെ, വിത്തറിന് എണ്ണം കണക്കുണ്ട്. അതിലൊന്ന് ചുരുക്കിയിട്ട് അത്ര ഒരു ഭക്ഷണം. ഇത് പത്തിരി 11 എണ്ണവും പൊറോട്ട 3 എണ്ണവും മറ്റുള്ളതൊക്കെ 3 എണ്ണിച്ചാണെങ്കിൽ എന്തായിരിക്കും ആ പള്ളൻ്റെ ഹാലൊരു ഭീകരമായ അവസ്ഥ. രണ്ടാമത്തെ റക്കാത്തിൽ തന്നെ അത് ഉറങ്ങി 25 കിലോ തൂക്കും ചില ആളുകളൊക്കെ. മറ്റുള്ളവന്മാർക്ക് തലയിട്ടാടിയിട്ട് ഇവൻ്റെ തലൻ്റെ കനം കൊണ്ട് മറ്റൊരും കുടുങ്ങും. പിന്നെ അവന് വീണു പോകാതിരിക്കാൻ വേണ്ടി കബഡിക്ക് നിൽക്കുമ്പോൾ എങ്ങനെ നിൽക്കുക? എന്നാ പിന്നെ തെറിച്ചു പോകൂലല്ലോ. മറ്റേത് വീണിട്ട് അവനെ മൂക്കോ മറ്റൊക്കെ പൊട്ടിപ്പോകുന്നിരുത്തിയിട്ട് അങ്ങനെ ആകാൻ പാടില്ല.
നമ്മളെ നോമ്പും നിസ്കാരവും വെറുതെ ആകാൻ പാടില്ല, കടമ്പുള്ളതാകണം. അള്ളാഹു കബൂലാക്കി തരട്ടെ. റുബ്ബ സ്വാഇമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജുഉ വല്ലതുഷ്, റുബ്ബ ഖായിമിൻ ലൈസ മിൻ ഖിയാമിഹി ഇല്ല സഹർ. എത്രയോ നിന്ന് നിസ്കരിക്കുന്ന ആളുകളുണ്ട്, അവരെ ഉറക്കം പോയി എന്നല്ലാതെ കാര്യമായിട്ടൊന്നും അതുകൊണ്ട് കിട്ടില്ല. കിടന്നുറങ്ങിയാൽ ഉറക്കെങ്കിലും കിട്ടുമായിരുന്നു, അപ്പം അത് പോയി, ഉറക്കൊഴിച്ചു എന്നല്ലാതെ വേറെ ഫലമൊന്നുമില്ല. നോമ്പുകാരുണ്ട്, ദാഹം സഹിച്ചു, ക്ഷീണം സഹിച്ചു എന്നല്ലാതെ ഒന്നുമില്ല. അങ്ങനെ ഫലമില്ലാത്തതാകരുത്. കൺകുളിർക്കെ കാണാൻ പറ്റിയ നോമ്പും നിസ്കാരവും വേണം. അതുകൊണ്ട് പാപങ്ങളൊക്കെ പുറത്ത് കിട്ടണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിനനുസരിച്ചുള്ള നിയ്യത്തോടെ ഇഖ്ലാസോടെ റമളാനു ഷരീഫ് വരുമ്പോൾ ദിക്റും ചൊല്ലി സ്വീകരിക്കുക. അല്ലാഹുമ്മ ഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക്കല്ലാഹ് ഹിലാലു റുഷ്ദിൻ വഖൈർ എന്ന ആ ഒരു ദിക്റും ചൊല്ലി മാസം കണ്ടാൽ നമ്മൾ സുന്നത്തായ നിരക്ക് ചൊല്ലിയിട്ട് സ്വീകരിക്കുക. മാസം കണ്ടു എന്ന് പറഞ്ഞാൽ ദിക്റ് ചൊല്ലേണ്ടത് അങ്ങനെയാണ്. മാസം കണ്ടു, നാളെ ഇപ്പം റമളാനല്ലേ, ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ലല്ലേ, വലിയ വിഷമായി പോയി. അങ്ങനല്ല, നല്ല സന്തോഷം കൊണ്ട് അള്ളാഹിനോട് പറയുന്നത് അല്ലാഹുമ്മ ഹില്ലഹു അലൈന ബില്ലംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക്കല്ലാഹ് ഹിലാലു ഖൈറും വറുഷ്ദ്. നന്മയുടെയും നേർമാർഗത്തിൻ്റെയും ചന്ദ്രോദയം റബ്ബേ, നല്ല നിലക്ക് ഈമാനോടെ ഇഖ്ലാസോടെ ഞങ്ങൾക്ക് മേൽ അത് ഉദിപ്പിച്ച് വലിയ ലാഭം ഉണ്ടാക്കി തന്നെ നമ്മൾ അള്ളാഹിനോട് ദുആർന്ന്. ഓരോ റമളാന്റെ രാവിലും മലക്കുകൾ വിളിച്ചു പറയുന്ന ശബ്ദത്തിന് നമ്മൾ ശരിക്ക് കാതുർപ്പിച്ച് കേൾക്കണം. റമളാന്റെ രാത്രി നാളെ ആയാൽ എല്ലാ രാത്രിയും മലക്കുകൾ വന്ന് പറയും, യാ ബാഗിയൽ ഖൈരി യഖ്ബിൽ വയാ ബാഗിയശ് ശർരി യഖ്സുർ. നന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യ മുന്നോട്ട് വാ, ഉറക്കം തൂങ്ങി നടക്കല്ല, അബോധാവസ്ഥയിൽ നടക്കല്ല, പലതിലൂടെയും അശ്രദ്ധാലുവായി പോകല്ല. വയാ ബാഗിയ ശർരി അഖ്സുർ. തിന്മ ഉദ്ദേശിക്കുന്നവനെ നീ അത് നിർത്തിക്കളയൂ, നീ അത് ചുരുക്കിക്കളയൂ. ഇത് റമളാനാൻ. ഇതെല്ലാ രാത്രിയും മലക്കുകൾ ചെയ്യുന്ന അനൗൺസ്മെന്റ് ആണ്. അത് അറിവില്ലാതിരിക്കരുത്, അത് കേൾക്കാതിരിക്കരുത്. അതുകൊണ്ട് വിശുദ്ധ റമളാനെ സ്വീകരിക്കാനും കൂടി പാകപ്പെടുത്തുന്ന രൂപത്തിൽ ഈ 10 സ്വഭാവങ്ങളും സ്വീകരിച്ച് വിശുദ്ധ റമളാനും അനന്തര ജീവിതവും സമ്പുഷ്ടമാക്കാൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ.